So, Rahul, shall we start? Yes, sir, sure. Okay. I'll just disable the waiting room. Okay. Okay, we are live now. So, good morning, DXN. Good morning, Kerala. ഈ ഒരു നമ്മുടെ ഉത്സവം സെഷൻ, ഉത്സവത്തിന്റെ 7ാമത്തെ അധ്യായമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു ഉത്സവത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ മലയാളികൾക്കും, ഈ ഒരു മീറ്റിംഗിൽ എത്തുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ഉത്സവം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഉത്സവത്തെ പറ്റി 2-3 വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ, ഈ കോവിഡ് എന്ന ഈ ഒരു പ്രതിസന്ധി നമ്മൾ നേരിടുന്ന സമയം മുതൽ നമുക്കറിയാം, ഒരു MLF ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മീറ്റിംഗ്സ് ആണ് ഏറ്റവും വലിയ തുറുപ്പ് ചുറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നത് മീറ്റിംഗ്സിലൂടെയാണ്. സോ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരിക്കലും നമുക്കൊരു വ്യക്തിയെ മുഖാമുഖം കണ്ട് സംസാരിക്കാനുള്ള വെല്ലുവിളി വളരെ അധികമായിരുന്നു. കാരണം മാസ്ക് ധരിക്കണം, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, 2-3 പേർ ഒരുമിച്ച് ഇരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, ഇങ്ങനെ കുറെ നിയമങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ നിയമങ്ങളുടെ ആ ഒരു ചട്ടക്കൂട് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പലരോടും സംസാരിക്കാനോ കാര്യങ്ങളോ സാധിക്കുന്നില്ല, നമ്മുടെ DX നെറ്റ്വർക്ക് വളർത്താൻ സാധിക്കുന്നില്ല, നമ്മുടെ ബിസിനസ് തന്നെ കുറഞ്ഞു വന്ന സിറ്റുവേഷൻ. കോവിഡിന്റെ സ്റ്റാർട്ടിംഗ് ടൈം, ആ ഒരു ഇന്റൻസ് ആയ ടൈം, കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയ ആ ഒരു സമയത്ത് മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ നമ്മൾ ഫേസ് ചെയ്തു. ഈ ഒരു സമയത്താണ് ഓൺലൈൻ മീഡിയ, സോഷ്യൽ മീഡിയ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സൂം എന്ന പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും അറിയാൻ തുടങ്ങിയത്, മലയാളികൾ അറിയാൻ തുടങ്ങിയത് ഈ ഒരു സന്ദർഭത്തിലാണ്. സോ സൂം എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ DXN കോർ ടീമും DXN കേരള മാനേജ്മെന്റും കൊണ്ടുവന്നൊരു പുതിയ ഇനീഷ്യേഷൻ ആണ് നമ്മുടെ DXN കേരള ഓൺലൈൻ ഉത്സവം. ജൂൺ മാസം നമ്മൾ ഈ ഒരു ഉത്സവം സ്റ്റാർട്ട് ചെയ്തു. ഈ ഉത്സവത്തിന്റെ പ്രത്യേകത, ഇത് 7ാമത്തെ എപ്പിസോഡ് ആണെങ്കിൽ ഇന്നത്തെ ഓരോ എപ്പിസോഡിലും നമുക്ക് വരുന്ന അതിഥികൾ വളരെ വിശിഷ്ട വ്യക്തികളാണ്. കഴിഞ്ഞ തവണ നമുക്ക് സലീം സാർ ഉണ്ടായിരുന്നു, അതിനു മുന്നേ എബി ജോസഫ് സാർ ഉണ്ടായിരുന്നു, അതിനു മുന്നേ നമ്മുടെ പ്രിയപ്പെട്ട റഫീഖ് സാർ ഉണ്ടായിരുന്നു അതിഥിയായിട്ട്. 1 by 1 നമ്മൾ ഓരോ DXN നെറ്റ്വർക്കിംഗിലാണെങ്കിലും അതല്ല DXN മാനേജ്മെന്റ് സൈഡിൽ നിന്നാണെങ്കിലും വളരെ വിശിഷ്ട വ്യക്തികളെയാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ ഉത്സവത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതൊക്കെ നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഓരോ വ്യക്തികളും വരുമ്പോൾ പുതിയ കുറെ അറിവുകളാണ് ഈ ഉത്സവം എന്ന പ്ലാറ്റ്ഫോമിലൂടെ. നമ്മുടെ നോർമൽ BOMO അല്ലെ NDTO, DTO, പ്രൊഡക്ട് ട്രെയിനിങ്ങോ പോലെയല്ല. ഇതൊരു സ്പെഷ്യൽ പ്രോഗ്രാം ആണ്. ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, നമ്മൾ ഓരോരുത്തർക്കും കൺവിൻസിങ് പവർ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ബിനീഷ് സാർ ഇവിടെ ഉണ്ട്. ബിനീഷ് സാർ അദ്ദേഹത്തിന്റെ കൺവിൻസിങ് പവർ വേറൊരു ലെവലാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഇത്രയും പേരെ 1, 2, 3, 10, 15, 20 പേരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ വിലയിരുത്തുക. അങ്ങനെ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ, നമ്മുടെ കയ്യിൽ അതിലെ പോയിന്റ്സ് ഇല്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലീഡേഴ്സ്, നമ്മുടെ മാനേജ്മെന്റ് ഹെൽപ്പ് നമ്മൾ എടുക്കുക. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ നമ്മൾ എല്ലാവരും കുറെ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാം, എങ്ങനെ നമുക്ക് ഈ ഒരു പ്രതിസന്ധി മറികടക്കാം, അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ആണ് ഓൺലൈൻ ഉത്സവം എന്ന് വെച്ചാൽ. നമ്മുടെ മുന്നിലേക്ക് ഈ വിശിഷ്ട വ്യക്തികളൊക്കെ എത്തിച്ചേരുന്നു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്, അദ്ദേഹം ഇപ്പൊ ദുബായിലാണുള്ളത്. നമ്മുടെ റെസ്പെക്ടഡ് IMD ഈ ഒരു മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അദ്ദേഹമുള്ള ചെന്നൈയിലാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിംഗ് ഹെഡ് നമ്മുടെ രാഹുൽ സാർ, അദ്ദേഹമുള്ള ചെന്നൈയിലാണ്. നമ്മൾ ഓരോരുത്തരും കേരളത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ യോജിച്ചു വന്നത് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ്. സോ ഇതേ രീതിയിൽ നമുക്ക് ഈ ബിസിനസ് ഈ ഒരു ഘട്ടത്തിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ടീമിനെ വിളിച്ചുകൊണ്ട് ഒരു പേഴ്സണൽ മീറ്റിംഗോ കാര്യങ്ങളോ കൊടുക്കാൻ ഇങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇനിയെങ്കിലും യൂസ് ചെയ്യാൻ തുടങ്ങാത്ത വ്യക്തികളുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ എല്ലാവരുടെയും ബിസിനസ് വർദ്ധിപ്പിക്കുക. സോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ ഇന്നത്തെ സെഷനിൽ ആദ്യം തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ എല്ലാം വെൽക്കം ചെയ്യാൻ വേണ്ടി മറ്റൊരു ചീഫ് ഗസ്റ്റ് ആയ നമ്മുടെ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിംഗ് മാനേജർ, മലയാളിയായ കണ്ണൂർ സ്വദേശിയായ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സോ രാഹുൽ സാർ. Yes, Shyam. And the voice audible or no? Audible, sir. Over to you, sir. It's audible, sir. Okay. So thank you very much, Shyam. Thank you very much. Good morning, everybody. ഇപ്പൊ നേരത്തെ ശ്യാം പറഞ്ഞ പോലെ ഓൺലൈൻ ഉത്സവം നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത് തുടങ്ങിയ ഒരു വലിയൊരു ഫംഗ്ഷൻ ആണ് ഓൺലൈൻ ഉത്സവം. 7th എപ്പിസോഡ്. എല്ലാ എപ്പിസോഡിലും ശ്യാം പറഞ്ഞ പോലെ ഇറ്റ്സ് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് വരുന്നതാണ്. ആൻഡ് ടുഡേ നമുക്ക് ഇറ്റ്സ് അഗൈൻ ഇറ്റ്സ് എ വണ്ടർഫുൾ മൊമെന്റ്. നല്ലൊരു വലിയ മൊമെന്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഓൺ ദി സെയിം ഡേയ്സ് വി ഗോട്ട് മെനി പേഴ്സണാലിറ്റീസ്. And to introduce ഇന്നത്തെ പേഴ്സണാലിറ്റീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഇറ്റ്സ് മൈ ഹോണർ. നമുക്ക്
ഏറ്റവും നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഉള്ളത് നമ്മളെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടർ ഓഫ് ആഫ്രിക്ക ആൻഡ് കോർഡിനേറ്റർ ഓഫ് മിഡിൽ ഈസ്റ്റും ആസ് വെൽ ആസ് സൗത്ത് ഏഷ്യ മിസ്റ്റർ NK Jijit. Jijit sir, a warm welcome to Kerala Online Utsavam. നമ്മളെ Jijit sir, we would like to see you. Yes. Yeah. Thank you. So, welcome to the show, Kerala നമ്മുടെ ഓൺലൈൻ ഉത്സവം. Yeah. This നമ്മുടെ സ്മോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് വാട്ട് ഇസ് ഓൺലൈൻ. എല്ലാ മാസം ഏകദേശം ഈ ഓൺലൈനിൽ ഏകദേശം ഒരു 400+ ലൈവായിട്ട് കാണും, പ്ലസ് യൂട്യൂബിലും ഉണ്ട്. ആൻഡ് ഗ്രാജുവലി നമ്മളെ ഇതേ ഓൺലൈൻ പ്രസന്റേഷൻ ആണ് ഒരു ടൂൾ ആയിട്ട് മാറുന്നത്. ഐ ഹാവ് സീൻ പീപ്പിൾ നമ്മളെ ഇതേ ഓൺലൈൻ പ്രസന്റേഷൻസിന്റെ ബ്രേക്സിലാക്കിയിട്ട് അവരവരെ ചാനൽസിൽ അവർ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇപ്പം ആക്ച്വലി നമുക്കൊരു ബൂൺ ഇൻ ഡിസ്ഗൈസ് ആണ് കിട്ടിയത് ഓൺലൈൻ വന്ന ശേഷം. കൊറോണ എല്ലാവർക്കും പ്രശ്നമായിരുന്നു, പക്ഷെ DXN നമ്മൾ ഈ ഓൺലൈൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കൊരു ബൂൺ ഇൻ ഡിസ്ഗൈസ് ആയിരുന്നു. സോ വാം വെൽക്കം Jijit sir, വാം വെൽക്കം. Thank And you. I would like to welcome നമ്മളെ thank you sir, thank you. And I would like to welcome നമ്മളെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടർ ചെന്നൈയിൽ നിന്ന് മിസ്റ്റർ KM Rafiq. Rafiq sir, a warm welcome to our online ഉത്സവം. Rafiq sir നമ്മളെ കഴിഞ്ഞ താങ്ക് യു. Rafiq sir നമ്മളെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് മുമ്പില് നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിരുന്നു. സോ ഇറ്റ്സ് എ മാർവലസ് പ്ലാറ്റ്ഫോം ആണ്. ലോട്ട്സ് ഓഫ് പേഴ്സണാലിറ്റീസ് ഫ്രം ദ മാനേജ്മെന്റും ആസ് വെൽ ആസ് ഫ്രം ദ ലീഡേഴ്സും, ആൻഡ് ഇറ്റ്സ് എ ലവ്ലി പ്ലാറ്റ്ഫോം. സോ വാം വെൽക്കം Rafiq sir, വാം വെൽക്കം ടു ദിസ് ഓൺലൈൻ കേരള ഓൺലൈൻ ഉത്സവം. ആൻഡ് ഇപ്പം ബിക്കോസ് ഓൺലൈൻ ഉത്സവം ഓൺലൈൻ പ്രസന്റേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ വേറെ സ്ഥലത്ത് നമുക്ക് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. Jijit sir ദുബായിലാണ്, മിസ്റ്റർ റഫീഖ് ഞാൻ ചെന്നൈയിൽ ഇരിക്കുന്നുണ്ട്, ഷ്യാം അവിടെ കേരളത്തിലാണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇന്നത്തെ പ്രസന്റേഷൻ നമുക്ക് സ്പീക്കറായിട്ട് ഉള്ളത് നമ്മളെ മിസ്റ്റർ ബിനീഷ് ആണ്, എക്സിക്യൂട്ടീവ് ക്രൗൺ ഡയമണ്ട് മിസ്റ്റർ ബിനീഷ്. ബിനീഷ് sir, a warm welcome to Kerala Online Utsavam. We'd like to see everybody on this. Can we see Mr. Binish? Yes. Binish sir, morning. Good morning, sir. Good morning. So good. So ഇതിപ്പം ഇറ്റ്സ് ഇന്നത്തെ സെഷൻ നമുക്ക് ബ്രീഫിംഗ്, ബിക്കോസ് കുറെ പുതിയ പേര് ഇന്നത്തെ പ്രസന്റേഷൻ കാണാൻ പോകുന്നുണ്ട്. ലോട്ട്സ് ഓഫ് ന്യൂ പീപ്പിൾ. ആൻഡ് ഇത് ഇറ്റ് ഇസ് നോട്ട് ലിമിറ്റഡ് ടു കേരള മാത്രമല്ല, അത് ഫുൾ ഇന്ത്യയിലെ മലയാളീസും ഓവർസീസ് സ്പെഷ്യലി ഗൾഫിലെ നമ്മുടെ വ്യൂവേഴ്സ് ഭയങ്കര കൂടുതലാണ്. ഗൾഫിൽ എൻറ്റയർ ഗൾഫിൽ ഈവൻ ആഫ്രിക്കൻ റീജിയൻസിൽ വരെ പോകുന്നുണ്ട്. സോ ഇറ്റ്സ് ഇതിന്റെ കവറേജ് മാർവലസ് ആണ്. സോ വെൽക്കം ബിനീഷ് സർ, താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് വിത്ത് ദിസ് ഷോ. ആൻഡ് ഞാൻ വീണ്ടും ലാസ്റ്റിൽ എന്നും വരും കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്, സ്പെഷ്യലി നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടി നമ്മളെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഫ്രം ദ കമ്പനി സൈഡ്. ഐ വിൽ ബി കമ്മിങ് ബാക്ക് ലാസ്റ്റിലായിട്ട് വരും. സോ ബിഫോർ എന്റെ പ്രസന്റേഷൻ എൻഡ് ചെയ്യുന്ന മുമ്പിൽ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം അവർ IMD മിസ്റ്റർ റഫീഖ് ടു ഹാവ് എ ഫ്യൂ വേർഡ്സ് നമ്മളെ കേരള ഉത്സവത്തിനെ പറ്റിയും ഇന്നത്തെ പ്രസന്റേഷനെ പറ്റി പറയാൻ. I would like to welcome Mr. Rafiq. Mr. Rafiq, the mic is yours. Yeah, good morning, Mr. Rahul. Good morning, Mr. Jijit. Good morning, Mr. Binish, and good morning, Shyam, and good morning, everybody. So, congratulations for Kerala Utsavam. So, Malayalam channel approval. Ipa Tamil channel 5 nimisham modum. Okay, so congratulations for the Kerala for the splendid growth. 2020 la Kerala vandu or nalla growth நமக்கு ப்ரொஜெக்ட் பண்ணி கொடுத்திருக்கு. இன்ஸ்பைட் ஆஃப் இந்த கொரோனால நம்ம பார்த்தாலும் கொரோனா 1 மாசம் 2 மாசம் மட்டும் தான் கேரளாவுடைய சேல்ஸ் கொஞ்சம் கம்மியாச்சு. அதுக்கப்புறம் ஒரு கன்சிஸ்டன்ஸா ஒரு நல்ல growth கேரளா நமக்கு கொடுத்திருக்கு. ஸோ கங்க்ராச்சுலேஷன் டு ஆல் த லீடர்ஸ், ஆல் த டாப் லீடர்ஸ் அண்ட் த கோர் லீடர்ஸ் ஹூ சப்போர்ட்டட் அண்ட் ஒரு ஆன்லைனை ஒரு நல்ல டூலா யூஸ் பண்ணி மார்க்கெட்டை ஒரு ஸ்டெபிலிட்டி கொடுத்து ஒரு நல்ல மொமெண்டம் வச்சிருந்த எல்லா லீடர்ஸுக்கும் கங்க்ராச்சுலேஷன். ஸோ 2020 நல்லபடியா நமக்கு கரோனா இருந்தாலும் so DXN has performed tremendously well in 2020, not only in India but all over the country. Jijit sir namukoda irukare, he can share much about this one, how DXN performed in other countries also. So with this ending note, and we have to start with this 2021, and I believe 2021 வந்து DXN க்கு especially India ka ஒரு பெரிய ஒரு successful year ஆ இருக்க போகுது. ஏன்னு கேட்டீங்கன்னா இந்த ஃபர்ஸ்ட் குவார்ட்டர்ல we are going to launch at least ஒரு 12 ப்ராடக்ட் வந்து நம்ம லான்ச் பண்ண போறோம். அப் டு மார்ச் வரைக்கும் பாத்தீங்கன்னா we are going to launch at least some 12 products.
single herb products வந்து ஒரு 6 to 6 to 8 single herb products நம்ம லான்ச் பண்ண போறோம். லைக் அஸ்வகந்தா, நம்மளுடைய நீம், துளசி, பிரம்மி, black cumin, இதெல்லாம் வந்து இந்தியா மேட் single herb product we are going to launch. And also we are going to launch much awaited 3 வருஷமா ஒரு 4-5 வருஷமா மக்கள் கேட்டுட்டே இருக்க ஹோம் கேர் ப்ராடக்ட், நம்மளுடைய டிட்டர்ஜென்ட், நம்மளுடைய ஃப்ளோர் கிளீனர், நம்மளுடைய டிஷ் வாஷ், நம்மளுடைய ஹேண்ட் வாஷ், இதெல்லாம் வந்து நம்ம ஃபர்ஸ்ட் குவார்டர்ல DMI-ல லான்ச் பண்ண போறோம். ஸோ பிகினிங்கே DXN-க்கு இட் வில் பி a very big bang beginning in the year 2021. And 2021 பாத்தீங்கன்னா we are going to launch the world largest DXN factory in the world. நம்மளுடைய சித்திபேட் ஃபேக்டரியும் 2021ல லான்ச் ஆகி அது ஸ்டார்ட் ஆகிடும். ஆக்சுவலா இது லான்ச் ஆகி இருக்கணும், because of this corona இந்த இயர் லான்ச் பண்ண முடியல. பட் 2021ல கட்டாயமா we are going to start the largest factory Siddipet in Telangana. And 2021ல கூட we will see the strongly come back with the marketing activity. Marketing activity பார்த்தோம்னா 2 type of marketing activity we will concentrate towards 2021. Online marketing activity as usual அது போயிட்டே இருக்கும், which we started in 2020. And 2021ல நம்ம physical activity நம்ம very soon we are going to start the physical activity in the year 2021. And 2021 we believe Kerala will post one of the highest sales, because எல்லா ஃபேக்டர்ஸும் இப்போ பாசிட்டிவா இருக்கு கேரளாக்கு to post one of the highest sales. And DMI DXN இந்தியாவுடைய பர்சனல் டார்கெட் என்னன்னு பாத்தீங்கன்னா 2021 we want to double up our sales. 2020ல நம்ம என்ன சேல்ஸ் பண்ணுமோ அதுல அட்லீஸ்ட் 100% growth what we are looking for the year 2021. So definitely this is achievable through all the leaders. As a leader, என்னுடைய ரெக்வெஸ்ட் உங்ககிட்ட என்னன்னா, don't see the big numbers, don't see how Kerala is doing, don't see how India is doing. நம்ம என்ன பண்ணனா, ஒவ்வொரு டிஸ்ட்ரிபியூட்டர் கான்சென்ட்ரேட் ஆன் யுவர் பர்சனல் வால்யூம். உங்களுடைய பர்சனல் வால்யூம் எவ்வளவு பண்றீங்களோ, உங்களுடைய ரெக்ரூட்மெண்ட் எவ்வளவு பண்ணீங்களோ அதை மட்டும் நீங்க டபுள் ஆக்குனீங்கன்னா 2021 we can do a tremendous performance நம்மளால பண்ண முடியும். Okay, so this is all we set for this year 2021. And 2021 ஒரு bright mood ஸ்டார்ட் பண்றதுக்காக this Ulsavam has played a very major role and ரொம்ப சக்சஸ்ஃபுல்லா போயின்னு இருக்கு. And last 2 program by Mr. Salim has helped the market to gear up in a big way. It's a wonderful presentation what Mr. Salim has given. And today இன்னைக்கு பாத்தீங்கன்னா நம்ம கிட்ட இன்னொரு ஸ்பெஷல் கெஸ்ட் இருக்காரு. And of course he's also a foreigner but very close to Kerala and also very close to me. So let's join and invite our star and the guest of the show, Mr. Jijit, who is going to be the chief guest of the show and going to present to you with the facts and figures, and who will be giving his experience sharing what DXN and how DXN will be doing. And இன்னைக்கு பாத்தீங்கன்னா DXN, why DXN is very popular in the world, because of one main reason, the massive growth, how DXN has developed and how DXN has opened the countries every month. Today you see 80 to 90 countries DXN has opened, but we are lucky and we are proud that Mr. Jijit is here with us, and he is the person, to my knowledge, who has opened the largest countries for DXN world. இன்னைக்கு எவ்வளவு கண்ட்ரி இருக்கோ அதுல இருக்கிற நிறைய கண்ட்ரி யாரால ஓபன் பண்ணிச்சுன்னு கேட்டீங்கன்னா மிஸ்டர் ஜிஜித் தான் இன்னைக்கு DXN வேர்ல்டுல இத்தனை கண்ட்ரி நமக்கு கிடைச்சிருக்கு. And because of this one we have seen the successful networkers all over the world. So welcome Mr. Jijit, and we are equally excited and waiting to watch your show. Thank you, Rafiq, for the nice words. ഞാനല്ലല്ലോ അടുത്ത I think there is a speaker, right? Yes. Thank you. We'll come back to you in short. Thank you very much Rafiq sir, thank you very much Rahul sir. So basically നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ കുറെ പേർ പുതിയ ആളുകളുണ്ട്. സോ അവർക്ക് DXN എന്ന കമ്പനിയെ പറ്റിയിട്ടും നമ്മുടെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടും ഒരു ജസ്റ്റ് ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടി നമുക്ക് അതിനുശേഷം നമ്മുടെ ചീഫ് ഗസ്റ്റിലേക്ക് കടക്കാം. സോ ആ ജസ്റ്റ് ഐഡിയ കൊടുക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് ക്രൗൺ ടൈം ആൻഡ് ബിനീഷ് സാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. So we'll be explaining about the company and products to all our distributors here in this meeting. So Binish sir, welcome Binish sir. Yes, good morning. Good morning Binish sir. സ്നേഹമുള്ള DXN കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, നമുക്കറിയാം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. വളരെ നല്ലൊരു പ്രോഗ്രാമിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. സമയം ചുരുങ്ങിയത് കൊണ്ട് ഞാനൊരു സ്ലൈഡ് പ്രസന്റേഷനിലേക്ക് പോകുന്നില്ല. വളരെ ചുരുങ്ങിയ സമയത്താണ് നമുക്ക് പുത്തൻ ആളുകൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ, എന്താണ് DXN, എന്താണ് നമ്മുടെ ഹിസ്റ്ററി, എന്താണ് നമ്മുടെ പ്രോഡക്റ്റ്, എന്താണ് നമ്മുടെ പ്ലാൻ,
അത് ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമില് ആമുഖമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുന്നു, 2021 കടക്കുന്നു. അതിൻ്റെ ഏകദേശം കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. പല സങ്കടങ്ങളുടെയും കാലഘട്ടത്തിൽ നിന്ന് സന്തോഷത്തിന്റെ അല്ലെങ്കിൽ വളരെ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. അങ്ങനെ കടക്കാൻ പോകുമ്പോൾ DXനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മഹോത്സവത്തിൽ ആനകളും അമ്പാരികളും ഇല്ല എങ്കിലും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആനയും അമ്പാരിയും ഉണ്ട്. അത് ഏത് തരത്തിലാണ്? വെർച്വൽ ആയിട്ടാണെങ്കിലും നമുക്ക് പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങനൊരു വേദിയിൽ കിട്ടാവുന്ന 2 ഗസ്റ്റുകൾ, വളരെ പ്രാധാന്യം അർഹിക്കുന്ന 2 ഗസ്റ്റുകൾ. അതിൽ ജിജിത് സാറിനെ പലർക്കും അറിയാം, പലപ്പോഴും കേട്ട് കഴിഞ്ഞു. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് 2000 ഞാൻ കേരളത്തിൽ DXനിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഞങ്ങളെയെല്ലാം കൈപിടിച്ചുകൊണ്ട് നടന്ന ജിജിത് സാറ്, അവിടെ നിന്ന് അദ്ദേഹം ദുബായിലേക്കും വേൾഡിലേക്കും DXN വേൾഡിലേക്കും വളർന്നു പോകുന്ന ആ ഒരു കാഴ്ച, ആ ഒരു സന്തോഷകരമായ അത്ഭുതകരമായ കാഴ്ച കാണുവാനുള്ള ഭാഗ്യമുണ്ടായി. അജിത് സാറ് ഇന്ന് നമുക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, വിലപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാനെത്തുന്നു. അപ്പൊ ഈ ഉത്സവം മഹത്തരമാകുന്നത് ഒന്ന് ജിജിത് സാറിന്റെ പ്രസൻസ് കൊണ്ടാണ്. 2, നമുക്കറിയാം നമ്മുടെ കൂടെ എന്നും നിൽക്കുന്ന വ്യക്തി, നമ്മുടെ കൂടെ ഏത് കാര്യത്തിലും ഒരു മലയാളിയെ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട റഫീഖ് സാറ്. ഏത് കാര്യത്തിലും, അത് പോസിറ്റീവിലും നെഗറ്റീവിലും എപ്പോഴും കൂടെ നിൽക്കുന്ന റഫീഖ് സാറ്. റഫീഖ് സാറും ഈ ഉത്സവത്തിൽ കൂടി ചേരുന്നു എന്ന് പറയുമ്പോൾ ഇരട്ടി മധുരമായി, അതിന് ഇരട്ടി മധുരമായി. എന്നാൽ നമുക്കറിയാം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ കൂടപ്പിറപ്പ് പോലെയുള്ള വ്യക്തിയാണ് ഇന്ന് സൗത്ത് ഇന്ത്യ കോർഡിനേറ്റർ ആയിട്ടുള്ള മാനേജർ രാഹുൽ സാറ്. രാഹുൽ സാർ എത്തുമ്പോൾ ആ ത്രിമൂർത്തികൾ നയിക്കുന്ന പ്രോഗ്രാം, അല്ലെ, എ പ്രോഗ്രാം കണ്ടക്ടഡ് ബൈ ത്രിമൂർത്തീസ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന 3 വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രോഗ്രാം. എന്നിരുന്നാലും ഈ പ്രോഗ്രാമില് കാതലായിട്ടുള്ള ഭാഗം അത്തരത്തിലുള്ള വിശിഷ്ടമായ വ്യക്തികളുടെ ടോക്കാണ്, അവരുടെ വർത്തമാനമാണെങ്കിലും നമ്മൾ പുത്തൻ വ്യക്തികൾ ഇതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ, എന്താണ് നമ്മുടെ കമ്പനി, എന്താണ് നമ്മുടെ പ്രോഡക്റ്റ്, എന്താണ് പ്ലാൻ, അതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യുകയാണ്. സോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം DXN എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം 2000 ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനം 1993 മലേഷ്യയിൽ തുടങ്ങി. ഇന്ന് 27 വർഷം പിന്നിട്ട കമ്പനി, 27 നീണ്ട വർഷം പിന്നിട്ട കമ്പനി. ഒരു കുഞ്ഞ് അന്ന് നമ്മുടെ കമ്പനി തുടങ്ങുമ്പോൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ 27 വയസ്സായി കഴിഞ്ഞു, അല്ലെ, മച്യൂരിറ്റി എല്ലാം കഴിഞ്ഞു. 27 വർഷം പിന്നിട്ട കമ്പനി. ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ആണാണോ പെണ്ണാണോ എന്നറിയാൻ മിനിമം 5 വർഷം കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ നീണ്ട 27 വർഷം പിന്നിട്ട കമ്പനി, അതാണ് DXN മഹാപ്രസ്ഥാനം. ഏകദേശം 180ഓളം രാജ്യത്തെത്തിയിട്ടുള്ള കമ്പനി. ലോകത്ത് 1-ാം നമ്പർ വെള്ളം കുടിക്കുന്ന രാജ്യം ഓസ്ട്രേലിയയിലുള്ള കമ്പനി. ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയിലും DXN എത്തിയിട്ടുണ്ട്. നമുക്കറിയാം കക്കുന്നവന്റെ കൈവെട്ടുന്ന നാടാണ് സൗദി, അല്ലെ, അവിടെയും ഗൾഫിലും നമ്മുടെ കമ്പനി എത്തിയിരിക്കുന്നു. ലോകം മുഴുവൻ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു മൾട്ടിനാഷണൽ പ്രസ്ഥാനം, അതാണ് DXN. 180 രാജ്യത്തുള്ള കമ്പനി. ഒരു കമ്പനിയുടെ സ്റ്റെബിലിറ്റി നിശ്ചയിക്കുന്നതാണ് ആ കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള പ്രോഡക്റ്റുകളും സ്വന്തമായിട്ടുള്ള ഫാക്ടറി, ഫാം ലാൻഡ്. വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും, മലേഷ്യയിൽ നമുക്ക് സ്വന്തമായി ഫാക്ടറി ഉണ്ട്. ഇന്ന് ഇന്ത്യയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലേഷ്യയേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫാക്ടറി ഉദ്ഘാടനത്തിന്റെ വക്കീലാണ്. തെലങ്കാന ഗവൺമെന്റ് ഫ്രീ ആയിട്ട് നമുക്ക് നൽകിയ സ്ഥലത്ത്, ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിക്ക് നൽകിയ സ്ഥലത്ത് ആയിരക്കണക്കിന് കോടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പടുകൂറ്റൻ ഫാക്ടറിയും ഫാം ലാൻഡും ഒരുങ്ങുകയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുടെ ചരിത്രത്തിൽ വലിയൊരു അധ്യായം, അഭിമാനത്തിന്റെ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് DXN ഇന്ത്യയിൽ വളരുകയാണ്, വേൾഡിൽ വളരുകയാണ്. ആ സമയത്താണ് നമ്മളെല്ലാം കടന്നു വന്നിരിക്കുന്നത്. ഈ ആഴ്ച വന്ന ഒരു റിപ്പോർട്ട് എല്ലാ കൂട്ടുകാരും ആ പേപ്പർ കളക്ട് ചെയ്യുക. അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രസിദ്ധീകരണമാണ് കേരള ശബ്ദം. കേരള ശബ്ദത്തിന്റെ ലേറ്റസ്റ്റ് എഡിഷനില് വളരെയേറെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ശക്തമായ ടൂള് ഇറങ്ങിയിരിക്കുന്നു. ഇന്ന് തന്നെ മുഴുവൻ കോപ്പിയും കളക്ട് ചെയ്യുക. അതായത് ലോകത്ത് ഈ കൊറോണ പാൻഡമിക് സിറ്റുവേഷനിൽ ആളുകൾ ഭയപ്പെട്ട് ഓടി ഒളിച്ചിരിക്കുന്നു. കൊറോണ 2ാം വരവിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടനെല്ലാം വീണ്ടും അടക്കാൻ ശ്രമിക്കുന്നു. ബ്രിട്ടനിൽ നിന്ന് ഫ്ലൈറ്റ് ഇങ്ങോട്ട് വേണ്ട, ഇവിടെ നിന്ന് ഫ്ലൈറ്റ് അങ്ങോട്ട് വേണ്ട
എന്ന് പറഞ്ഞ് വീണ്ടും ഒരു അപകടത്തിന്റെ നിഴലിലേക്ക് നാട് പോകുന്നു അല്ലേ? അപ്പോ ഷിഗല്ല എന്ന് പറയുന്ന മറ്റൊരു ബാക്ടീരിയ കോഴിക്കോട് നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു വരുന്നു. ലക്ഷക്കണക്കിന് രോഗാണുക്കളും കോടിക്കണക്കിന് രോഗങ്ങളും നമ്മളെ വിഴുങ്ങാൻ കാത്തിരിക്കുമ്പോൾ അതിൻ്റെ ആ സംഹാര താണ്ഡവത്തിനെ കടിഞ്ഞാണിടാനായിട്ട് അതിശക്തമായ ഒരു ഉൽപ്പന്നമുണ്ട് എന്ന് അല്ലേ ലോക ആരോഗ്യ സംഘടന ഡിക്ലെയർ ചെയ്യുന്നു ഇംസാമിലൂടെ. ആ പ്രോഡക്റ്റ് ആണ് നമ്മുടെ സാക്ഷാൽ സ്പൈറുലിന അല്ലേ, ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്ന സ്പൈറുലിന. ലോക ആരോഗ്യ സംഘടന സമ്പൂർണ്ണാഹാരം എന്ന് പറയുന്ന ആ ഉൽപ്പന്നം ഇന്ന് കേരളത്തിൽ അത് സർക്കാർ തലത്തിലൂടെ വിറ്റഴിക്കാനായിട്ടുള്ള ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സത്യം കേരള ശബ്ദം വിളിച്ചു പറയുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിലും ലോകം മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ ആരോഗ്യമന്ത്രിയാണെങ്കിലും ആ ചർച്ചയിൽ ഇടപെട്ടു കഴിഞ്ഞിരിക്കുന്നു, അതിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ DXN മീഡിയേറ്റർ ആയിട്ട് നിന്നുകൊണ്ട് നമുക്ക് മാൽന്യൂട്രീഷനെതിരെ അല്ലേ, നമ്മുടെ സമ്പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ട എല്ലാ മൈക്രോ ന്യൂട്രീഷ്യൻസും മാക്രോ ന്യൂട്രീഷ്യൻസും സപ്ലൈ ചെയ്യുന്ന സ്പൈറുലിന അത് നമുക്ക് വിതരണം ചെയ്യാനും, അത് മറ്റൊരു ചരിത്രം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വേറൊരു ചരിത്രം സർക്കാരുകളുടെ ഇടപെടലോടെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നുകൊണ്ട് സമൂഹത്തെ സേവിക്കുന്ന വലിയൊരു പ്രക്രിയ DXN കമ്പനി ഏറ്റെടുക്കാൻ പോകുന്നു നമ്മുടെ അത്ഭുതകരമായ ഒരു പ്രൊഡക്റ്റിലൂടെ. അങ്ങനെ ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഉത്സവം നടക്കുന്നത്. ആ ഉത്സവത്തില് നമ്മൾ കാണേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കമ്പനി, അതിനേക്കാൾ ശക്തനായിട്ടുള്ള ഒരു സാരഥി ഡോക്ടർ ലിം, ദൈവതുല്യനായ വ്യക്തി മനുഷ്യരൂപം എടുത്തതുപോലെ ഡോക്ടർ ലിം അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്ന് പഠിച്ചു. ഗോരഖ്പൂർ IIT-യിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അതിനുശേഷം മനുഷ്യ ശരീരവും കൂണുമെന്നുള്ള വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്തു. അങ്ങനെ ലോകത്ത് 38,000 കൂണുകളിൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള 400ഓളം ഔഷധ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അത്ഭുത കൂണിനെ 180 രാജ്യത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി. അതാണ് ഗാനോഡെർമ. സോ ആ ശക്തനായിട്ടുള്ള അദ്ദേഹത്തെ ലോകം ഇന്ന് ആദരിക്കുന്നു. ഇംസാമിന്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ലെ, ബ്രാൻഡ് അംബാസഡറായിട്ട് നമ്മുടെ ഡോക്ടർ ലിമ്മിനെ പ്രതിഷ്ഠിച്ചു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് കമ്പനിയുടെ ഹിസ്റ്ററിയിൽ അങ്ങനെയുള്ള ചരിത്രമുണ്ടോ അല്ലെ? ശാസ്ത്രജ്ഞനായ വ്യക്തി അല്ലെ, പ്രഗത്ഭനായ എഞ്ചിനീയർ, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന തരത്തിൽ ഡോക്ടർ ലിം വളരുന്നു, അദ്ദേഹം കൊണ്ടുവന്ന കമ്പനി വളരുന്നു. അതിലൂടെ നമ്മൾക്ക് ഓരോരുത്തർക്കും വളരാൻ കിട്ടിയിരിക്കുന്ന സുവർണ അവസരമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഉള്ളത്. അതില് DXN സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് കാണേണ്ടത് പവർഫുള്ളായ നമ്മുടെ ഉൽപ്പന്നങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് പ്രോഡക്റ്റ് നെറ്റ്വർക്ക് ചെയ്യുന്ന ഏക കമ്പനിയാണ് DXN. പ്രോഡക്റ്റ് നെറ്റ്വർക്ക് ചെയ്യുന്ന ഏക കമ്പനികൾ ധാരാളമുണ്ട്. പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റ് കൊണ്ടുവരുന്ന കമ്പനിയുണ്ട്, പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ വേണ്ടി പ്ലാൻ കൊണ്ടുവരുന്ന കമ്പനിയുണ്ട്. യഥാർത്ഥ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി, യഥാർത്ഥ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ഏതെന്ന് ചോദിച്ചാൽ വളരെ സത്യസന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റും, പ്രോഡക്റ്റ് നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ കൊണ്ടുവരണം. അങ്ങനെ പ്രോഡക്റ്റ് നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി 2 പ്ലാനുകൾ അവതരിപ്പിച്ച കമ്പനി, IOC പ്ലാനും സിംബ് പ്ലാനും അവതരിപ്പിച്ച കമ്പനി. എന്താണ് നമ്മുടെ പ്രോഡക്റ്റ്? ഇന്നിപ്പോ ഗവൺമെന്റ് തലത്തിൽ പറയുന്നു ആ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് വേണം, ലോകം പറയുന്നു ആ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് വേണം അല്ലെ? നമുക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എല്ലാം പോയി അല്ലെ? അപ്പൊ അതുകൊണ്ട് ആരോഗ്യം നിലനിർത്താനായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നമായിട്ടുള്ള ഈ പ്രോബ്ലത്തെ നേരിടാനായിട്ട് DXN ഉൽപ്പന്നങ്ങളുടെ സാധ്യതയെക്കുറിച്ച് ലോകം വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെല്ലാമാണ് നമ്മുടെ പ്രോഡക്റ്റ്? ഒന്നാമത്തെ പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഗാനോഡെർമ. ഗാനോഡെർമ എന്ന് പറയുന്നത് ലോകം കണ്ട നമ്പർ 1 ഔഷധ കൂണാണ്, ഒരു ഭക്ഷണമാണ്. നമ്മൾ മരുന്നുകളുടെ കഥയല്ല പറയുന്നത്, നമ്മൾ രോഗങ്ങളുടെ കഥയല്ല പറയുന്നത്, നമ്മൾ ആരോഗ്യത്തിന്റെ കഥയാണ് പറയുന്നത്, ഭക്ഷണത്തിന്റെ കഥയാണ് പറയുന്നത്. ഹൈലി തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉള്ള 400ഓളം ഔഷധ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണത്തെ വിളിക്കുന്ന പേരാണ് ഗാനോഡെർമ. ആ ഗാനോഡെർമ 100% കൂണിന്റെ രൂപത്തില് RGGL ക്യാപ്സൂൾ എന്ന രൂപത്തിൽ നമുക്ക് കിട്ടുന്നു. അത് ദൈവപുത്രനാണ്, കർത്താവാണ്, അവസാനം കൊണ്ടുവരേണ്ട വ്യക്തിയാണ്. അതിനു മുമ്പ് പ്രവാചകന്മാരായിട്ട് അതിന് പ്രചാരണം കൊടുക്കാനായിട്ട് കുറെ പ്രചാരകന്മാരെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ നമ്മൾ വിട്ടിരിക്കുന്നു. അവരാണ് ഗാനോഡെർമ ചേർന്ന വിവിധ തരം ചായ നമുക്ക് അവൈലബിൾ ആണ്, ഗാനോഡെർമ ചേർന്ന വിവിധ തരം കാപ്പി നമുക്ക് അവൈലബിൾ ആണ്, ഗാനോഡെർമ ചേർന്ന സോപ്പ്, പേസ്റ്റ്, ഷാംപൂ, അങ്ങനെ നമുക്ക് വിവിധ പ്രോഡക്റ്റുകൾ അവൈലബിൾ. ദൈവത്തെ ചേർത്തിട്ടുള്ള പ്രോഡക്റ്റുകൾ, സാക്ഷാൽ ദൈവമായിട്ടുള്ള 100% ഗുണ RGGL. അപ്പൊ ഇതിനെക്കുറിച്ച് വാനോളം പത്രമാധ്യമങ്ങൾ പുകഴ്ത്തുകയാണ്, നമ്മളൊന്നും പറയുന്നില്ല.
പക്ഷെ പത്രമാധ്യമങ്ങൾ പറയുന്നു, അല്ലെ, വനിത പറയുന്നു, അത് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നു, ഗാനോഡെർമ ക്യൂവേഴ്സ് ഓൾ ഡിസീസസ്. ഗാനോഡെർമയ്ക്ക് എല്ലാ രോഗവും മാറ്റാൻ കഴിവുണ്ട്. വനിത പറയുന്നു, അല്ലെ, ക്യാൻസറിനെ ചെറുക്കുവാനായിട്ട് ഒറ്റമൂലി, ഹൃദയരോഗം വരില്ല. നമ്മൾ പറയുകയല്ല. അപ്പോ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ വാനോളം പുകഴ്ത്തിയ ഉൽപ്പന്നം അവരാണ് വിളിക്കുന്നത് സർവ്വരോഗ സംഹാരി. ഡോക്ടർ ലീം പറയുന്നത് ഒരു രോഗത്തിനും മരുന്നായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് പ്രവർത്തിക്കുന്നില്ല. ഏറ്റവും നല്ല ഡോക്ടറെ വിളിക്കുന്ന പേര് ഡോക്ടർ യാക്കൂബ് എന്നല്ല, ഡോക്ടർ വർഗീസ് എന്നല്ല. ഏറ്റവും നല്ല ഡോക്ടർ എന്ന് പറയുന്നത് അവർ ഓൺ ബോഡി, നമ്മുടെ ശരീരമാണ് ഏറ്റവും നല്ല ഡോക്ടർ. ആ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയാണ് ഏറ്റവും നല്ല ഡോക്ടർ. ആ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തെ നമ്മൾ പറയാറില്ലേ, ആരാണ്? ഇപ്പോ ശബരിമല സീസൺ ആണല്ലേ, ശബരിമല സന്നിധാനത്തിലേക്ക് നമ്മൾ കെട്ടിച്ചെന്ന് ആ 18 പടി കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, തത്വമസി. തത്വമസി എന്ന് പറയുന്നത് എന്താണ്? സ്വാമി അയ്യപ്പൻ തന്നെ പറയുന്നു, വന്നിരിക്കുന്ന ഭക്തരെ, സാക്ഷാൽ ദൈവം ഞാനല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇറ്റ് ഈസ് ഇൻ യു. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അത്. അതാണ് നിങ്ങളെ ഞാൻ സ്വാമി എന്ന് വിളിക്കുന്നത്, തത്വമസി. അത് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി, ദൈവം നിങ്ങളിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞ പോലെ ഡോക്ടർ അന്വേഷിച്ച് പുറത്ത് നടക്കണ്ട, ആരോഗ്യത്തിന് വേണ്ടി കാശ് കൊടുത്ത് 5 സ്റ്റാർ ഹോസ്പിറ്റലുകളിലേക്ക് പോകണ്ട. ആ ഡോക്ടർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പ്രകൃതി നൽകിയ, സർവേശ്വരൻ നൽകിയ ആ ഡോക്ടറെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി. അതിനെ ബൂസ്റ്റ് ചെയ്യാൻ കഴിവുള്ള, അതിനെ വളർത്താൻ കഴിവുള്ള ഒരു കൂട്ടം പ്രോഡക്റ്റുകളാണ് DXN സപ്ലൈ ചെയ്യുന്നത്. അതിലേറ്റവും ശക്തമായ പ്രോഡക്റ്റിന്റെ പേരാണ് ഗാനോഡെർമ. എന്നാൽ ലോകാരോഗ്യ സംഘടന വാനോളം ഉയർത്തിക്കൊണ്ട് ലോകത്തിന്റെ ഭക്ഷണം എന്ന് പറയുന്ന, സമ്പൂർണ്ണാഹാരം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് സ്പൈർലിന. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ നോനി എന്ന് പറയുന്ന ജ്യൂസ്, അതേപോലെ റോസലെ ജ്യൂസ്, അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകൾ, ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനി തരുന്നു. കാലഘട്ടം ആവശ്യപ്പെടുന്ന പ്രോഡക്റ്റ്, അല്ലെ. ഹോൾസെയിൻ ബിൽസർ എന്ന് പറയുന്ന അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഒരു കാലത്ത് അദ്ദേഹം പറഞ്ഞു, ഇനി IT വിപ്ലവത്തിന്റെ കാലമാണ്. കൃത്യമായിട്ട് IT വിപ്ലവം കടന്നുപോയി. ആ വിപ്ലവം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഇനിയുള്ള കാലം എന്ന് പറയുന്നത് വെൽനസ് റവല്യൂഷനാണ്. വെൽനസ് റവല്യൂഷനാണ് വരുന്നത്. അത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ല, എന്താണ് ഇമ്മ്യൂണിറ്റി, എന്താണ് വെൽനസ് റവല്യൂഷൻ, അവിടെ എന്ത് ഫുഡ് സപ്ലിമെന്റ്, അല്ലെ. ആരോഗ്യത്തിന് 4 കാലുണ്ടെന്ന് പഠിപ്പിച്ചു. ഒരു കാലിന്റെ പേരാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈല്, നല്ല ആരോഗ്യപരമായ ശീലങ്ങൾ വേണം. അപ്പൊ അത് ആളുകൾ തുടങ്ങി, ഓട്ടം തുടങ്ങി, ചാട്ടം തുടങ്ങി, അല്ലേ. പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്, നല്ല കാഴ്ചപ്പാടുകൾ, നല്ല മനസ്സ് വേണം. കാരണം മനുഷ്യന്റെ 2 ശരീരം ഉണ്ടെന്നാ പറയുന്നത്. ഒരു ശരീരം സ്ഥൂല ശരീരം, നമ്മുടെ കാണുന്ന ശരീരം. രണ്ടാമത്തെ ശരീരം സൂക്ഷ്മ ശരീരം, നമ്മുടെ പുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു എനർജി ബോഡി ഉണ്ടെന്ന് പറയണം. ഈ നമുക്ക് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ആ എനർജി ബോഡി തകർന്നു പോകും. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ കഴിച്ചാലും ചിലർക്കെങ്കിലും റിസൾട്ട് വൈകുന്നത്, എനർജി ബോഡി തകർന്നു പോകുന്നു. അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് വേണം, 2ാമത്തെ കാല്. എന്നാൽ 3ാമത്തെ കാലം എന്ന് പറയുന്നത് നമുക്കറിയാം, ഹെൽത്തി ഡയറ്റ്, നല്ല ഭക്ഷണം വേണം, അല്ലെ. മലയാളിയുടെ സദ്യ പോലെ സുന്ദരമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും കിട്ടുന്ന അതേപോലുള്ള നമ്മുടെ സദ്യ വേണം. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും കിട്ടുന്ന ഭക്ഷണക്രമം അതും നമുക്ക് കൈവിട്ടുപോയി. എന്നാൽ 4ാമത്തെ കാലായിട്ട് പറയുന്നത് ആ കാലിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതാണ് സപ്ലിമെന്റേഷൻ. ഫുഡ് സപ്ലിമെന്റുകൾ നമ്മൾ ഉപയോഗിക്കണം. അതിന്റെ കാലഘട്ടമാണെന്നാണ് ഹോൾസെയിൻ ബിൽസർ പറയുന്നത്. അതായത് ഇനി വരുന്നത് വെൽനസ് റവല്യൂഷനാണ്. പക്ഷെ വിശ്വസിച്ചില്ല. എന്നാൽ ലോകം മുഴുവൻ ഞെട്ടിത്തരിച്ചുകൊണ്ട്, ലോകം മുഴുവൻ ഒരു മൈന്യൂട്ടായ വൈറസിന്റെ ഭയത്തില് ഓടി ഒളിച്ചു, കോടികളുടെ അസറ്റുകള്, കോടികളുടെ സമ്പാദ്യങ്ങള് ഒന്നുമില്ലാതെ ഇവിടെ നിന്നുകൊണ്ട് എത്രയോ അതിസമ്പന്നന്മാര് ഈ കുഞ്ഞു വൈറസിന്റെ പിടിയില് യാത്ര പറഞ്ഞു പോകുന്ന ദയനീയമായ ദുഃഖകരമായ നിമിഷങ്ങൾ നമ്മൾ കണ്ടു. അവിടെ ഈ സമൂഹത്തിനെ, മനുഷ്യനെ, മനുഷ്യകുലത്തെ രക്ഷിക്കാനായിട്ട് നമുക്ക് ഇത് മാത്രം പോരാ. നമുക്ക് ഈശ്വരൻ പല രൂപത്തിൽ, പ്രകൃതിയുടെ രൂപത്തിൽ കനിഞ്ഞ് നട്ട് നനച്ചു വളർത്തിയ ഗാനോഡെർമയാകട്ടെ, സ്പൈർലിനയാകട്ടെ, നോണിയാകട്ടെ, ആ പ്രോഡക്റ്റിന്റെ കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് വെൽനസ് റവല്യൂഷൻ. അതാണ് സുഹൃത്തുക്കളെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ശക്തമായ സിസ്റ്റത്തിലൂടെ ലോകത്ത് ചുക്കാൻ പിടിക്കുന്ന കമ്പനിയെ വിളിക്കുന്ന പേരാണ് DXN. ആ പ്രസ്ഥാനത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തും നേടിയെടുക്കാം. ഇന്ന് ഏറ്റവും വലിയ രോഗം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് ക്യാൻസർ അല്ല, പ്രഷർ അല്ല, ഡയബറ്റിക് അല്ല. ആ രോഗത്തെ വിളിക്കുന്ന പേരാണ് സാമ്പത്തിക പ്രതിസന്ധി. വരുമാനമില്ല, ഉള്ള ജോലി നഷ്ടപ്പെടുന്നു, ഉള്ള വരുമാനം കുറയുന്നു,
കിട്ടേണ്ട ജോലികൾ ലഭിക്കുന്നില്ല. ഒത്തിരി വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ അലഞ്ഞു തിരിയുന്ന നാട്ടില് നമുക്ക് ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാക്കാനായിട്ട് 2 സുന്ദരൻ പ്ലാനുകൾ DXN കമ്പനി അവതരിപ്പിക്കുന്നു. അതിലൊരു പ്ലാനിന്റെ പേരാണ് സിംബ്, സിംപ്ലിഫൈഡ് ആൻഡ് ഇംപ്രൂവ്ഡ് മാർക്കറ്റിംഗ് പ്ലാൻ. ഏത് പട്ടിണിപ്പാവത്തിനും കടന്നു വന്നുകൊണ്ട് ഒരു ചായ, ഒരു സോപ്പ് മാത്രം, ഒരു ചായ, ഒരു സോപ്പ് നമ്മളൊരു കുടുംബത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യുക. അകം കഴുകാനായിട്ട് ചായയും പുറം കഴുകാനും സോപ്പും. അങ്ങനെ ഒരു 17 കസ്റ്റമർ നമ്മൾ സൃഷ്ടിച്ചാൽ സുഹൃത്തുക്കളെ, ഒന്നാമത്തെ മാസം 2000 രൂപ വരുമാനം നേടാം. 17 കസ്റ്റമറിൽ നിന്ന് 6 പേരെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറാക്കി മാറ്റി. അവരെ കൊണ്ട് സെയിം 17 കസ്റ്റമർ ചായ, അതേപോലെ സോപ്പ്, ആ 17 കസ്റ്റമറെ അവർ നിലനിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ ആ 6 പേർക്കും 2000 രൂപ വരുമാനം കിട്ടും. അവരെ കൊണ്ടുവരുന്ന വ്യക്തിക്ക് 4000 രൂപ ഇൻകത്തിലേക്ക് കടന്നു വരാനായിട്ട് പറ്റും. മൂന്നാമത്തെ മാസം 36 പേര് കടന്നു വരുന്നു. ജോലി സിമ്പിള്, ഏത് വ്യക്തിക്കും ചെയ്യാം, പഠിക്കുന്ന കുട്ടിക്ക് വരെ ചെയ്യാം. ഒരു ചായ, ഒരു സോപ്പ്, അങ്ങനെ 17 കസ്റ്റമർ. എല്ലാവർക്കും ഉണ്ട് 100 കണക്കിന് കസ്റ്റമർ. എല്ലാവരുടെയും വീട്ടിൽ ചായ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരുടെയും വീട്ടിൽ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ മാരകമായിട്ടുള്ള അവസ്ഥയിൽ ഉള്ളു കഴുകാനും പുറം കഴുകാനും നമുക്ക് പറ്റുന്ന ഒരു ഉൽപ്പന്നം ഗാനോഡർമ, അതേപോലെയുള്ള ഉൽപ്പന്നം ആഡ് ചെയ്തിട്ടുള്ള ചായ സോപ്പ്, 17 കസ്റ്റമർ, 36 പേരും സെയിം ജോലി തന്നെ ചെയ്താൽ 36 പേർക്കും 2000 രൂപ ലഭിക്കുമ്പോൾ അവരെ കൊണ്ടുവന്ന 6 പേർക്ക് 4000-ഉം ആ ഒന്നാമന് 20,000 രൂപയും ലഭിക്കും. എങ്ങനെയെന്ന് നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തികളോട് ചോദിച്ചാൽ വിശദമായിട്ട് അത് പറഞ്ഞു തരും. എന്നാൽ 36 × 6 216 മാറുന്നു. വെറും 6 പേര്, കട്ടിന് 4 കാല് പോലെ നമ്മൾ 6 വ്യക്തികളെ ഈ സന്തോഷം നമ്മൾ ഷെയർ ചെയ്യുന്നു. അല്ലെ, ക്രിസ്മസ് സ്റ്റാവുകളാണ് വരുന്നത്. പുൽത്തൊഴുത്തില് കർത്താവ് ഭൂജാതനായി എന്നുള്ള വിവരം പറയാൻ വേണ്ടി ആട്ടിടയന്മാർ 4 വശത്തേക്ക് ഓടിയതുപോലെ ലോകത്തിന്റെ മുമ്പിൽ ഈ കൊറോണ ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന ഷിഗല്ലയായിക്കോട്ടെ, അതിനെയൊക്കെ നേരിടാൻ പറ്റുന്ന ശക്തമായിട്ടുള്ള ഒരു ഭക്ഷണം അവതരിച്ചിരിക്കുന്നു. ആ സത്യം പറയാൻ വേണ്ടി 180 രാജ്യത്തേക്കും പറന്ന് നമുക്ക് പോകാൻ പറ്റുന്ന അട്ടിടയന്മാരുടെ റോളാണ് DXN പ്രവർത്തകർക്കുള്ളത്. അങ്ങനെ നമ്മൾ 216 പേരായിട്ട് മാറുന്ന 4-ാമത്തെ മാസത്തില് സെയിം ജോലി തന്നെ 17 കസ്റ്റമർ ചായ, അതേപോലെ തന്നെ സോപ്പ്. അത് പോയിട്ടുണ്ടെങ്കിൽ ഈ 216 പേർക്കും 2000 രൂപ കിട്ടും. അവരെ കൊണ്ടുവന്ന 36 പേർക്കും 4000 കിട്ടും. അവരെ കൊണ്ടുവന്ന 6 പേർക്കും 20,000 കിട്ടും. ആ ഒന്നാമൻ 2 ലക്ഷത്തിലേക്ക് പോകുന്നു. നോക്കിക്കേ, വെറും 500 രൂപ താഴെയിൽ മാത്രം മുതൽ മുടക്കിക്കൊണ്ട് നമ്മളുടെ നിത്യജീവിതത്തിൽ കൂടപ്പറപ്പായിട്ടുള്ള ഒരു ചായയും സോപ്പും, എന്നാൽ സാധാരണ ചായയും സോപ്പുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഔഷധ ഗുണമുള്ള ആ ഉൽപ്പന്നം നമ്മുടെ വേണ്ടപ്പെട്ട, നമ്മൾ സ്നേഹിക്കുന്ന ബന്ധുക്കൾ, അയൽപ്പക്കക്കാർ, സുഹൃത്തുക്കൾ, അജ്ഞാതരായിട്ടുള്ള 17 പേർക്ക് ഷെയർ ചെയ്തുകൊണ്ട് 4-ാം മാസത്തിൽ തന്നെ 20,000 രൂപക്ക് ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന MSc-കാരനും MCOM-കാരും അലയുന്ന നാട്ടില് 2 ലക്ഷത്തോളം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന സിംബ് എന്ന് പറയുന്ന അതിശയകരമായിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ജീവിതത്തില് നമ്മുടെ മകള് കല്യാണപ്രായം എത്തിക്കഴിഞ്ഞു, 50 ലക്ഷം രൂപ വേണം. നമുക്ക് വീടിന്റെ ലോൺ ഉണ്ട്, 50 ലക്ഷം രൂപ നമുക്ക് വേണം. നമുക്ക് അതേപോലെ ബൾക്കായിട്ട് ഒരു എമൗണ്ടിന്റെ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന അതിശയകരമായിട്ടുള്ള IOC പ്ലാൻ. കമ്പനിയുടെ നമ്മുടെ പ്രോഡക്റ്റ് 50ഓളം പ്രോഡക്റ്റുകളുണ്ട്. 20,000 രൂപയുടെ പ്രോഡക്റ്റ് ഒന്നിച്ചെടുത്ത് വെച്ചുകൊണ്ട് സിംബിന്റെ സീഡ് സ്റ്റോക്ക് ആയിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഒരു സിംബ് അല്ലെങ്കിൽ ഒരു സിംഗിൾ IOC നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം കൊണ്ടുവരുന്ന വ്യക്തിയിൽ നിന്ന് 1500 ഫസ്റ്റ് ജനറേഷൻ, രണ്ടാമത് കൊണ്ടുവരുന്നവരിൽ നിന്ന് 1000, അത് 3-ാമത്തെ തലമുറ തൊട്ട് 11-ാമത്തെ തലമുറ വരെ 500 രൂപ വെച്ച്. ചെറിയൊരു എക്സാമ്പിള്, 2x2, എല്ലാവർക്കും 2 കണ്ണുണ്ട്, 2 ആട്ടിന് 2 ഭാഗമുണ്ട്, നമുക്ക് 2 കിഡ്നി ഉണ്ടെന്ന് പറയുന്ന പോലെ 2x2 വർക്കൗട്ട് ചെയ്താൽ നമുക്ക് 20 ലക്ഷം രൂപ ഇൻകം. അത് തന്നെ നമ്മൾ 3x3 വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 13 കോടി രൂപ ഇൻകം. അത് തന്നെ 6x6 വർക്കൗട്ട് ചെയ്താൽ 1800 കോടി ഉണ്ടാക്കിയെടുക്കാവുന്ന അത്ഭുതകരമായിട്ടുള്ള പ്ലാൻ. ഞാൻ ചുരുക്കിയാണ് സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിശയകരമായിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി, അത്ഭുതകരമായിട്ടുള്ള ഉൽപ്പന്നങ്ങള്, നമ്മളെ ഒത്തിരി അതിശയപ്പെടുത്തിയിട്ടുള്ള 2 പ്ലാനുകള്, ഇത് കൂടാതെ സന്തോഷം നമുക്ക് നൽകുന്ന ഇഷ്ടം പോലെ യാത്രകള്. ഒരു ട്യൂഷൻ മാസ്റ്ററായിട്ട് 2000-ൽ കടന്നു വന്ന 5000 രൂപ വരുമാനത്തിന് വേണ്ടി സൈക്കിളും ചവിട്ടി ഓരോ ഫ്ലാറ്റുകളിലും നടന്ന് ട്യൂഷൻ എടുത്ത്, ഓരോ സെന്ററുകളിലും നടന്ന് ട്യൂഷൻ എടുത്ത് നടന്നിരുന്ന ബിനീഷ് എന്ന് പറയുന്ന എറണാകുളത്ത് വടുതല സ്വദേശിയായ ഒരു വ്യക്തി ഈ സിസ്റ്റത്തിൽ വന്ന് കഴിഞ്ഞ 20 വർഷം കൊണ്ട് 22-ൽ പരം രാജ്യങ്ങള്, സ്വിറ്റ്സർലാൻഡും ഇറ്റലിയും മാൾട്ടയും ഗ്രീസും അടക്കം 22ഓളം രാജ്യങ്ങൾ, ആഡംബര കപ്പലുകളായ കോസ്റ്റ സെറീന അടക്കമുള്ള കപ്പലുകള്
എത്രയോ പേരുടെ ജീവിത വിജയങ്ങൾ, എത്രയോ അതിശയകരമായിട്ടുള്ള ഹെൽത്ത് റിസൾട്ടുകൾ, ഇതെല്ലാം കാണുവാനും കേൾക്കുവാനും അനുഭവിക്കാനും ഭാഗ്യം കിട്ടി. ആ സിസ്റ്റത്തെ അടുത്തറിയുവാനും വരുന്ന മാറ്റം കണ്ടു മനസ്സിലാക്കാനും ഇനി ചരിത്രമായിട്ട് മാറാൻ പോകുന്ന ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് മാറിക്കൊണ്ട് ആരോഗ്യവും സമ്പത്തും സന്തോഷവും നേടുവാനായിട്ട് ഈ വന്നിരിക്കുന്ന ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന സർവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. JDX. താങ്ക് യു വെരി മച്ച് ബിനീഷ് സർ. വളരെ മനോഹരമായിട്ട് തന്നെ ബിനീഷ് സർ നമുക്ക് നമ്മുടെ കമ്പനിയെ പറ്റിയിട്ടും നമ്മുടെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടും ഇൻക്ലൂഡിംഗ് മാർക്കറ്റിംഗ് പ്ലാൻ ഓൾസോ ബിനീഷ് സർ സംസാരിച്ചു. താങ്ക് യു വെരി മച്ച് സർ. നമ്മുടെ എല്ലാവരും ഇപ്പൊ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സെഷൻ. രാഹുൽ സാറിന്റെ വോയിസ് ഓഡിബിൾ ആണ്? രാഹുൽ സാർ, ഹലോ. ഓഡിബിൾ ആണ് ശ്യാം, ഓഡിബിൾ ആണ്. നോ പ്രോബ്ലം. ഓക്കെ, സോ ജസ്റ്റ് ഇൻ സ്ക്രീൻ ഫ്രീ സൈസ്, സോറി. സോ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സെഷൻ ഓൾറെഡി രാഹുൽ സാറും റഫീഖ് സാറും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം ജിജിത് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആഫ്രിക്കൻ റീജിയൻസിന്റെ IMD ആണ്. കൂടാതെ മിഡിൽ ഈസ്റ്റും സൗത്ത് ഏഷ്യയും കോർഡിനേറ്റർ കൂടിയ വ്യക്തിയാണ് അദ്ദേഹം. അതിൽ പരം എന്റെ വ്യക്തിപരമായ അഭിമാനമാണ്, എന്റെ സ്വദേശിയാണ്, കണ്ണൂർ സ്വദേശിയായ വ്യക്തി കൂടിയാണ് അദ്ദേഹം. സോ കൂടുതൽ ദീപിക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട ജിജിത് സാറിനെ ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും നമ്മുടെ DXN കേരളയുടെ മാനേജ്മെന്റിന്റെ പേരിലും കോ ടീമിന്റെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ജിജിത് സാർ, വെൽക്കം ടു ഓൺലൈൻ ഉത്സവം സാർ. Thank you, Sham. Good morning, everybody. എല്ലാവർക്കും നമസ്കാരം. ഈ ഉത്സവം, കേരളത്തിലെ ഉത്സവം എന്ന പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എല്ലാവർക്കും നന്ദി. ഇന്നലെ ഞാനൊരു സിനിമ കാണുകയുണ്ടായി. അതായത് സൂര്യയുടെ ഒരു പുതിയ സിനിമ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ കാണുമായിരുന്നു. അത് കണ്ടപ്പോൾ വളരെയധികം ഇമോഷണലായി. ഞാൻ കരഞ്ഞുപോയി ശരിക്കും പറഞ്ഞാൽ. അതായത് ഒരു മനുഷ്യൻ, സുററേ പോഡർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു മനുഷ്യൻ വളരെയധികം സ്വപ്നം കണ്ട് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ചെയ്യുന്ന പെടാപ്പാടുകളാണ്. അത് അദ്ദേഹം എല്ലാ ശക്തി ഉപയോഗിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ഒരു പറ്റം ആളുകൾ വേറൊരു ഭാഗത്ത് നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എങ്കിലും തളരാതെ ആ സ്വപ്നം നടന്നു കാണാൻ വേണ്ടി ആ മനുഷ്യൻ ചെയ്യുന്ന പ്രയത്നം, അതൊരു നടന്ന സംഭവമാണ്. ഇന്ത്യയിൽ ആദ്യമായി ലോ കോസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാക്കിയ ക്യാപ്റ്റൻ ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കഥയാണത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് മോട്ടിവേഷനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ഡ്രീം അത് നിങ്ങളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ അശ്രാന്തം പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, അത് ആരൊക്കെ അതിനെതിരെ നിന്നാലും ഈ മൊത്തം യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ദൈവം എന്ന് പറയുന്ന ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നും നിങ്ങൾ ആത്യന്തികമായി അതിൽ വിജയിക്കുമെന്നുള്ളതാണ് ആ സിനിമ കാണിച്ചു തരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഡോക്ടർ ലിമ്മിന്റെ കഥയും. ഞാനത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഡോക്ടർ ലിമ്മിന് മെസ്സേജ് അയച്ചു. അതായത് ഡോക്ടർ ലിമ്മ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടല്ലോ, ഡോക്ടർ രാജേഷ് എഴുതിയ ബുക്കാണ് മൈ ജേർണി വിത്ത് DXN. അതിന്റെ ഒരു ഭാഗമാകാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. പക്ഷെ ആ ബുക്ക് എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഡോക്ടർ ലിമ്മിന്റെ ബുക്ക് എത്ര പേര്, എല്ലാവരും എല്ലാ DXN മെമ്പേഴ്സും വായിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അത് എന്തായാലും നിങ്ങൾ വായിക്കണം. കാരണം ഒരു മനുഷ്യൻ എടുത്ത ത്യാഗം, ഇപ്പൊ ഈ ക്യാപ്റ്റൻ ഗോപിനാഥ് ചെയ്തതുപോലെ അദ്ദേഹം കുറെ പാവങ്ങളെ ആദ്യമായി ഫ്ലൈറ്റിൽ കയറ്റി. ഈ ക്യാപ്റ്റൻ ഗോപിനാഥ് ഡക്കാൻ എയർ എന്ന ഒരു ഫ്ലൈറ്റ് കമ്പനിയിൽ കൂടെ. പക്ഷെ DXN എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ ഡോക്ടർ ലിം കൊടുത്തത് എത്രയോ ആൾക്ക് ജീവിതങ്ങളാണ്. മനസ്സിലായില്ലേ? ഫ്ലൈറ്റിലും കയറിയിട്ടുണ്ട്. എത്രയോ, ഇപ്പം മിസ്റ്റർ ബിനീഷ് പറഞ്ഞു 22 രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തു എന്നുള്ളത്. അത് 22 രാജ്യങ്ങളിൽ ആഡംബര കപ്പലുകളിലടക്കം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് DXN എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം സാധിപ്പിച്ചു അദ്ദേഹത്തിന്റെ കുടുംബം. അതുപോലെ 10,000 ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ലോകം മുഴുവനും DXN എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ ആദ്യമായി ഫ്ലൈറ്റ് കയറുക മാത്രമല്ല, ആദ്യമായി ട്രെയിനിൽ കയറുക വരെ ചെയ്തത് DXN കൂടെയാണ്. അവരുടെ കുടുംബം, അവരുടെ ചുറ്റുപാടുള്ള ആളുകൾ, അവരുടെ ഒക്കെ ജീവിതം മാറി മറിഞ്ഞു ഒരു മനുഷ്യൻ എടുത്ത ഒരു ഡിസിഷൻ കൊണ്ട്. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് ഒരു ഡ്രീം കണ്ടു കഴിഞ്ഞാൽ, അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിച്ചു കഴിഞ്ഞാൽ, അത് തീർച്ചയായിട്ടും
സാധിക്കുമെന്നുള്ളതാണ് സത്യം. അത് ഡോക്ടർ ലിമ്മിനും ക്യാപ്റ്റൻ ഗോപിനാഥിനും മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും, ഇത് കാണുന്ന ഓരോ ആളുകൾക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത്. ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്ന് എല്ലാ ദിവസവും എല്ലാ മാസവും പലരും വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇന്ന് DXN അല്ലെങ്കിൽ സിസ്റ്റം എന്താണ്, ഈ സിസ്റ്റം, ഈ DXN എന്ന് പറയുന്ന കമ്പനി എന്തുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടത്, അതായിരിക്കും എല്ലാവരുടെയും ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇനിയിപ്പോൾ കാണുന്ന പല പുതിയ ആളുകളുടെയും ക്വസ്റ്റ്യൻ അതായിരിക്കും. എന്താണ് ഈ ഡയറക്ട് സെല്ലിംഗ്, ഞാൻ എന്തിനാണ് ഈ ഡയറക്ട് സെല്ലിംഗിൽ ചേരേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ DXNൽ ചേരേണ്ടത്, ഡയറക്ട് സെല്ലിംഗിൽ നല്ലതാണെങ്കിൽ തന്നെ DXNൽ എന്തിനാണ് ഞാൻ ചേരേണ്ടത് എന്നതാണ് പ്രസക്തമായ ഒരു ചോദ്യം. അപ്പൊ ആദ്യം നമുക്ക് ഇന്നത്തെ സിറ്റുവേഷനിലേക്ക് നോക്കാം. ഇന്ന് കഴിഞ്ഞ 2019 പോലെയല്ല 2020 നമ്മൾ ജീവിക്കുന്നത് പ്രത്യേക ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ എന്ത് എന്നുള്ളത് ഇന്നും വ്യക്തമല്ല. വാക്സിൻ വന്നു, കുറെ ഭാഗം നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പുതിയ സാധനങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടെന്ന് അറിയുന്നത്. ഇനി അത് എന്താണ് നമുക്ക് വരാൻ പോകുന്നത് നമുക്കറിയില്ല ഇന്ന് വരെ. ഇതുവരെയും സംഭവിച്ചിരിക്കുന്നത് പ്രകാരം ഏകദേശം 77 മില്യൺ, അതായത് 8 കോടിയോളം ആളുകൾ ഓൾറെഡി ഈ രോഗം വന്നു കഴിഞ്ഞു. അതിൽ തന്നെ 17 ലക്ഷം ജനങ്ങൾ മരിച്ചു കഴിഞ്ഞു. ഈ ഒരൊറ്റ വർഷം ഈ പ്രശ്നം, ഈ കോവിഡ് വന്നിട്ട് ഇത്രയും പേര് മരിച്ചു. അതിൽ ഏകദേശം ഈ ലോക ജനസംഖ്യയുടെ 1/3 ഫിനാൻഷ്യലി എഫക്ട് ചെയ്ത് കഴിഞ്ഞു. എഫക്ട് ചെയ്യുന്ന ഡയറക്ട്ലി ജോലി പോയിട്ടും ബിസിനസ് തകർന്നിട്ടും എഫക്ട് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ കാണുന്ന എല്ലാവരും നമുക്ക് എഫക്ട് ചെയ്തിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും ഒരുപാട് പേരുടെ ജോലി പോവുകയും അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു സൈഡിൽ. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ അസുഖം വന്ന ആൾക്കാരും ഇനി വരാനിരിക്കുന്നവരുടെയും ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ആയിട്ടുള്ള പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുക എന്നുള്ളത്. ഈ 2 പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഈ DXN എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും എന്ത് റോളാണ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് നമുക്ക്, ഞാനിവിടെ എൻ്റെതായ കാഴ്ചപ്പാടിലൂടെയും എൻ്റെ എക്സ്പീരിയൻസിലൂടെയും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ ജോലി പോയ ആളുകൾക്ക് മുഴുവനും അല്ലെങ്കിൽ ബിസിനസ് തകർന്ന ആളുകൾക്ക് മുഴുവനും അത് എളുപ്പമല്ല അതിൽ നിന്ന് കരകയറി വരിക എന്നുള്ളത്. കാരണം നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് ഈ DXNലുള്ള ആളുകൾ കാണുന്നത് DXNലുള്ള ആളുകൾ തന്നെയാണ്. അവർക്ക് അത്രയധികം അത് എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതല്ലാത്ത വേറെ ഒരു സെഗ്മെന്റിൽ ജോലി ചെയ്യുന്ന, ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്യുന്ന പലരും, നമ്മുടെ കുടുംബക്കാരായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും, അവരെയൊക്കെ ജീവിതം മാറി മറിയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ആർക്കും എല്ലാവരെയും സഹായിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. അപ്പൊ അവരൊക്കെ വേറെ എന്ത് ഓപ്ഷൻ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തന്നെയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചിട്ടും കേരളത്തിൽ വളരെയധികം, കേരളത്തിൽ നിന്നല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്, അല്ലെ MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, പല രീതിയിൽ ഇത് അറിയപ്പെടുന്നുണ്ടെങ്കിലും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ജെനുവിൻ സിസ്റ്റമാണ്. ഒരു നോബിൾ കൺസെപ്റ്റ് ആണ് ഈ ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റം. ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്ത്യ മുഴുവനും ഇന്നിപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഫാമേഴ്സിന്റെ സ്ട്രൈക്ക്, അല്ലെ? ഫാമേഴ്സിന്റെ പുതിയ നിയമം വരുന്നു, അത് അവരെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയാതെ അവർ സ്ട്രൈക്ക് ചെയ്യാണ്. അതായത് നമുക്കറിയാം, നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടാണ്. ഈ ഭക്ഷണം എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതല്ല. അത് എവിടേക്കോ ഉള്ള കർഷകർ പല രാജ്യങ്ങളിൽ നിന്നും, അല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് കഴിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാൾ ഉണ്ടാക്കുന്നു, നമ്മൾ കഴിക്കുന്നു. അപ്പൊ ഈ ഉണ്ടാക്കുന്ന ഫാമേഴ്സ് വറി ചെയ്യുകയാണ്, നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് കൃത്യമായ വില കിട്ടില്ല, അത് കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന വറിയാണ് ഈ സമരത്തിനൊക്കെ കാരണം. ഉണ്ടാക്കുന്ന സാധനം ഡയറക്റ്റ് ആയിട്ട് ഒരു കൺസ്യൂമർ അടുത്ത് പോവുകയാണെങ്കിൽ ഈ ഫാമറിന് പേടിക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? അത് സാധിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ സത്യം. അതായത് ഞാൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം അത് വിറ്റഴിക്കാൻ വേണ്ടി ഞാൻ മറ്റു പലരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇന്ന് ലോകം മുഴുവനുള്ളത്. അത് ഒഴിവാക്കുകയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റത്തിലൂടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തന്നെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നു, ഞാൻ വിൽക്കുന്നു, അതിനിടയിൽ ഒരാളുടെ ആവശ്യം എനിക്കില്ല. ആ ചെലവാക്കുന്ന പൈസ മുഴുവനുമാണ് തിരിച്ച് നമ്മൾ ഈ ചെയ്യുന്ന ആളുകൾക്ക് ഇൻസെന്റീവായിട്ട് കൊടുക്കുന്നത്. ഇതിലും പരം മഹത്തായ ഒരു സിസ്റ്റം വേറെ എന്താണുള്ളത്? ഇന്ന് നമ്മൾ കാണുന്ന, ഇന്ന് ഏകദേശം 3% ആളുകളാണ് ഈ ഭൂമിയിലുള്ള 97% വെൽത്തും ഹാൻഡിൽ ചെയ്യുന്നത്. 97%.
97% ജനങ്ങളും ജീവിക്കുന്നത് 3% ഇൻകം കൊണ്ടാണ്, വെൽത്ത് കൊണ്ടാണ് ഈ ഭൂമിയിൽ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് കോടിക്കണക്കിന് പാവങ്ങളും കുറച്ച് പണക്കാരുമാണ് ഉള്ളത്. പണമുള്ള ആളുകളുടെ അടുത്ത് കോടിക്കണക്കിനുണ്ട്. അവർക്ക് വേണ്ടുന്നതിലും എത്രയോ മടങ്ങാണ് അവരുടെ കയ്യിലുള്ള കാശ്. എന്തുകൊണ്ടാണത്? അത് ഒരു 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 പ്രോപ്പർ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ആ ബുദ്ധിയും ആ സിസ്റ്റം ഉള്ള ആളുകൾക്ക് മാത്രമാണ് അവരുടെ കയ്യിൽ കാശുള്ളത്, അതല്ലാത്തവർക്ക് കാശില്ല. അതുകൊണ്ടാണ് കൂടുതൽ പാവപ്പെട്ടവനും കുറച്ച് പണക്കാരും ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാവർക്കും ഒരുപോലുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. ആരും ആരെയും കുതികാൽ വെട്ടുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. ഇത് 100 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സിസ്റ്റമാണ്. എത്രയോ അധികം കമ്പനികൾ അതിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 14 ലക്ഷം കോടിയാണ് കഴിഞ്ഞ വർഷത്തെ വിറ്റുവരവ്. 14 ലക്ഷം കോടി. അതിൽ 12 കോടി ജനങ്ങൾ ഇന്ന് ഈ സിസ്റ്റം ഉപയോഗിച്ച് ജീവിക്കുന്നുണ്ട്. 12 കോടി ജനങ്ങൾ ലോകം മുഴുവനും. ഓക്കെ, ഇതാണ് ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റം. ഇന്ന് ടോട്ടൽ ടേൺ ഓവർ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകത്തുള്ള മൂവി ഇൻഡസ്ട്രി, ഈ ഹോളിവുഡും ബോളിവുഡ്, ഇതിന്റെ ഒക്കെ എല്ലാ ടോട്ടൽ മൂവി ഇൻഡസ്ട്രീന്റെ ഡബിൾ ആണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാകുന്ന വരുമാനം ലോകത്തിന്. അപ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം വലുതാണ് ഈ ഇൻഡസ്ട്രി എന്നും, എത്രത്തോളം ആളുകൾക്ക് ഇത് ജോലി കൊടുക്കാനുള്ള കഴിവ് ഇതിനുണ്ടെന്നും, എത്രത്തോളം കേപ്പബിൾ ആണ് ഈ സിസ്റ്റം നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ എന്നുള്ളത് നമുക്ക് ഏകദേശം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അറിയാൻ പറ്റണം, ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ കൂടെ. കാരണം ഇവിടെ നമ്മൾ മിഡിൽമെന്നെ ഒഴിവാക്കുന്നു. ആ സേവ് ചെയ്യുന്ന പൈസയാണ് നമ്മൾ ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇതിന് ഈ ഒരു ബാഡ് നെയിം ഉണ്ടായിരിക്കുന്നത്? നമുക്കറിയാം കേരളത്തിൽ പ്രത്യേകിച്ചിട്ടും നമ്മൾ ടോട്ടൽ ഫോർ ഈ തട്ടിപ്പും പിന്നെ അതുപോലുള്ള, കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തും ഈ സിസ്റ്റത്തിനെ മിസ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് പോൺസി സ്കീം ഉപയോഗിച്ചിട്ടും ഈ സിസ്റ്റത്തിനെ മിസ്യൂസ് ചെയ്തിട്ട് ആളുകളിൽ നിന്ന് പൈസ ഉണ്ടാക്കി രക്ഷപ്പെട്ട കമ്പനികൾ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ, ജനങ്ങൾക്ക് മാത്രമല്ല പല ഗവൺമെന്റിന് തന്നെയും, പല രാജ്യത്തെയും ഗവൺമെന്റുകൾക്ക് തന്നെയും ഈ ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റവും പോൺസി സ്കീമും പിരമിഡ് സ്കീമും എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഈ ബാഡ് നെയിം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ജെന്യുവൻ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു സിസ്റ്റവും പാവപ്പെട്ട ആളുകളെയും എല്ലാ ആളുകളെയും അഭ്യസ്തവിദ്യരായ അല്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ് ആയ ആളുകൾക്ക് പോലും ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റം. അതിനെ അറിഞ്ഞ് ഇപ്പൊ കേരളം, ഇന്ത്യ മുഴുവനും ഇപ്പൊ ലോ വന്നു കഴിഞ്ഞു. പല രാജ്യങ്ങളിൽ ലോ ഉണ്ട്, പക്ഷെ പല രാജ്യങ്ങളിൽ ലോ ഇല്ല. ലോ ഇല്ലാത്ത രാജ്യങ്ങളിലാണ് പ്രോബ്ലംസ് കൂടുതൽ. ഇപ്പൊ നേപ്പാളിൽ ഇപ്പൊ ലോ വന്നു, എത്രയോ വർഷത്തിന് ശേഷം നേപ്പാളിൽ ലോ വന്നു. അപ്പോ ഇതാണ് സിസ്റ്റം. ഈ സിസ്റ്റം പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ആളുകളെ രക്ഷപ്പെടാൻ ഈ സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി DXN എന്ന് പറയുന്ന ഒരു കമ്പനി, എന്താണ് DXNന്റെ സ്പെഷ്യാലിറ്റി? എന്തുകൊണ്ട് DXN എന്ന് പറയുന്നത്, ഞാനിപ്പോൾ DXNൽ ഏകദേശം 20ാമത്തെ വർഷമാണ് ഞാൻ DXNൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2001 ഞാൻ DXNൽ ജോയിൻ ചെയ്യുന്നത് മദ്രാസിൽ നിന്ന്. അന്നത്തെ മദ്രാസിൽ നിന്ന് ജോയിൻ ചെയ്യുന്നത് ഒരു ആകസ്മികമായിട്ടാണ് ഞാൻ DXNൽ എത്തിപ്പെടുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു ദൈവവിധിയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോ കഴിഞ്ഞ എപ്പിസോഡിൽ സലീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സലീം DXNൽ വന്നു. അതുപോലെ പ്രജിത്ത്, അമേരിക്കയിലുള്ള പ്രജിത്തും സലീമും ഒക്കെ DXNൽ വന്നത് എൻ്റെ റെഫറൻസിലൂടെയാണ്, അല്ലെങ്കിൽ ഞാൻ അവരെ റെക്കമെൻഡ് ചെയ്തത് കൊണ്ടും അവർ എന്നിലൂടെ അറിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ DXNൽ വന്നത് വളരെ ആകസ്മികമായിട്ടാണ്. ഞാൻ മദ്രാസിൽ പഠിക്കുമ്പോൾ അത് ഞാൻ ആകസ്മികം അല്ലെങ്കിൽ ഒരു ദൈവവിധിയാണെന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ സലീമൊക്കെ MBA കോച്ചിങ്ങിന് പോയത് ഒരുമിച്ചാണ് നമ്മൾ കുറെ കുട്ടികൾ. അപ്പൊ അത് കഴിഞ്ഞ് എല്ലാവരും എല്ലായിടത്തും ജോയിൻ ചെയ്തു. ഞാൻ മാത്രം ഒരു കോളേജിലും ഞാൻ ജോയിൻ ചെയ്തില്ല. പെട്ടെന്ന് എനിക്ക് ഒരു അഡ്വർടൈസ്മെന്റ് കാണുകയാണ് മദ്രാസിലുള്ള ഒരു കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പൊ എൻ്റെ മനസ്സ് വല്ലാതെ പറഞ്ഞു അവിടെ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ മദ്രാസിൽ പോയി ജോയിൻ ചെയ്യൂ എന്ന് എന്നോട് ആരോ പറയുന്നത് പോലെ തോന്നി. ഞാൻ അങ്ങനെ മദ്രാസിൽ പോയി MBA ജോയിൻ ചെയ്തു. 2 വർഷം പഠിച്ചു. അവിടെ പഠിച്ചു കഴിഞ്ഞ് കുറേ ജോലി അന്വേഷിച്ചു. എവിടെയും ജോലി കിട്ടുന്നില്ല. അന്ന് ഒരു റിസഷൻ ടൈമാണ്. അപ്പോൾ ഒരു ചെറിയൊരു അഡ്വർടൈസ്മെന്റ് ന്യൂസ് പേപ്പറിൽ കാണുന്നു, സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആ അഡ്വർടൈസ്മെന്റിന് ജസ്റ്റ് വെറുതെ എൻ്റെ CV വെറുതെ അയച്ചു കൊടുത്തു.
ഒരു കവറിംഗ് ലെറ്റർ പോലും ഇല്ലാതെ വെറുതെ ഒരു പോസ്റ്റ് ബോക്സിൽ ഞാൻ എൻ്റെ CV ഇട്ടു. അങ്ങനെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. രാവിലെ അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആള് കോയമ്പത്തൂർ പോയിരിക്കുകയാണ്. അയാളുടെ ഫ്ലൈറ്റ് മിസ്സായി. ഉച്ച കഴിയും വരാൻ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞില്ല, ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല എന്നിട്ട് അയാൾ പോയി. ഞാൻ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് എന്നെ ഇൻ്റർവ്യൂ എടുത്തത്. അവരെന്നെ എക്സിക്യൂട്ടീവായിട്ട് DXN ജോയിൻ ചെയ്തു. അതിനുശേഷം ഒരുപാട് സംഭവങ്ങൾ നടന്നു. അതായത് DXN എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് ഞാൻ അറിയുന്നത് അവിടെ നിന്നാണ്. അതിനുശേഷം ഒരുപാട് പേരുടെ ജീവിതം മാറുന്നത് കാണാനും, ഒന്നുമില്ലാതെ എടുക്കുന്ന DXN വന്നിട്ട് DXN ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതായത് മരണക്കിടക്കയിലിരിക്കുന്ന ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ വളരെ നല്ല നിലയിൽ നിൽക്കുന്ന ആളുകൾ അഹംഭാവത്തിൻ്റെയും ഞാനാണ് എല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ട് സർവ്വജീവിതവും തകർക്കുന്നതും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാം DXNലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ DXN എന്ന് പറയുന്നത് ഒരു മഹാപ്രസ്ഥാനമാണ്. ഇത് ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു കമ്പനിയാണ്. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് DXN ഒരു വളരെ ഉത്കൃഷ്ടമായ ഒരു കമ്പനിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്? അതിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ എടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ പിറകിലുള്ള ആളുകളെ പറ്റി നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അത് ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ഡോക്ടർ ലിം തന്നെയാണ്. ആദ്യത്തേതും അവസാനത്തേതുമായ ആളെന്ന് പറഞ്ഞാൽ ഡോക്ടർ ലിം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു തിങ്കിങ്, അതാണ് DXN. അത് ഡോക്ടർ ലിം തുടങ്ങുമ്പോൾ ഡോക്ടർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും വലിയൊരു പ്രസ്ഥാനമായി ഇത് മാറുന്നു. ഡോക്ടറുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഷ്റൂമിന്റെ എഫിക്കസി, അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം കാടുകളിൽ ഒക്കെ ഇതിന്റെ പ്രൊജക്റ്റിന് വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ കുറച്ച് ഫാമേഴ്സാണ് ഈ ഗാനഡോർമ ഡോക്ടർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അത് അവർ കരിച്ചിട്ടാണ് അതിന്റെ പൗഡർ, കരിച്ച ചാരമാണ് അവർ പല അസുഖങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഡോക്ടർ ഒരു എഞ്ചിനീയറായ ഡോക്ടർ ചിന്തിച്ചെന്താണെന്ന് വെച്ചാൽ, ഈ ചാരം ഇത്രയും ഫലം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ചാരമല്ലാതെ ഇതിനെ പൗഡറാക്കി ഞാൻ ആളുകൾക്ക് കൊടുത്താൽ എന്തായിരിക്കും ഇതിന്റെ ഫലം? അങ്ങനെയാണ് ഈ ടെക്നോളജി അദ്ദേഹം പലരോടും ചോദിച്ചു ഇത് ടെക്നോളജി പഠിപ്പിക്കാൻ. ആരും പഠിപ്പിച്ചില്ല. സ്വന്തം ബുക്ക് വായിച്ചിട്ടാണ് അദ്ദേഹം ഈ ടെക്നോളജി സ്വായത്തമാക്കിയത്. അതുപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന മഷ്റൂം പൗഡറും RGGL ഇതൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയത്. അത് കൊടുത്ത് അസുഖം മാറി തുടങ്ങിയ ആളുകളുടേത് ഭയങ്കരമായ റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് DXN എന്ന പ്രസ്ഥാനം പടർന്ന് പന്തലിച്ചത് ലോകം മുഴുവൻ. അപ്പോൾ ഡോക്ടർ ലിം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഇന്ന് ഡാറ്റക് എന്ന് പറയുന്ന ഒരു പൊസിഷൻ, അതായത് ടൈറ്റിൽ ഗവൺമെന്റ് ഓഫ് മലേഷ്യ കൊടുത്തിരിക്കുകയാണ്. അത് മനസ്സിലാക്കണം. ഡാറ്റക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പത്മവിഭൂഷൺ എന്നൊക്കെ പറയുന്നത് എന്തിനാണ് കൊടുക്കുന്നത്? അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ഗവൺമെന്റ് ഓഫ് മലേഷ്യ. ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് അവാർഡുകളും റെക്കഗ്നിഷൻസും ഡോക്ടർ ലിമ്മിന് പല ഓർഗനൈസേഷൻസും വേൾഡിലുള്ള പലരും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ് ഇന്ന് ലോകത്തിലുണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ വ്യത്യസ്തമാക്കുന്നത് ഡോക്ടർ ലിം എന്ന് പറയുന്ന ഒരു CEO ആണ് DXNന്റെ ഹാർട്ടും ബ്രെയിനും സോളും എല്ലാം ഡോക്ടർ ലിമ്മാണ്. അദ്ദേഹം എന്ന് പറയുന്ന മനുഷ്യന്റെ തിങ്കിങ്ങും പോളിസീസും പ്രിൻസിപ്പിളുമാണ് DXനെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം ഏതൊരു മെമ്പർക്കും അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരുടെ കംപ്ലൈൻറ്റ്സ് ഡോക്ടർ ലിമിനോട് പറയാം. അത് സോൾവ് ചെയ്യാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നതാണ്. ഒരു MLM കമ്പനിയുടെ CEOയും അല്ലെ ചെയർമാനും ഫൗണ്ടറും ഒരു മെമ്പർക്കും അവൈലബിൾ അല്ല എന്നുള്ളതാണ് സത്യം, എക്സെപ്റ്റ് DXN. വേറെ ഒരു കമ്പനിയുടെയും, വലിയ കമ്പനികളുടേത് ഒരിക്കലും അവൈലബിൾ ആയിരിക്കില്ല. ഇന്നും എത്രയോ ബിസി ആയിട്ടുള്ള ഡോക്ടർ ലിം ഒരു സാധാരണ മെമ്പറുടെ മെസ്സേജിന് പോലും അദ്ദേഹം മറുപടി അയക്കുന്നതായിരിക്കും. പിന്നെ അതിനു പുറമെ വളരെയധികം ഹൃദയം ഉള്ള ഒരു മനുഷ്യനാണ് ഡോക്ടർ ലിം. ആരുടെ സങ്കടം കേട്ട് കഴിഞ്ഞാലും അതിന് ഉടനെ തന്നെ ഒന്നും നോക്കാതെ, പ്രോഫിറ്റ് നോക്കാതെ അതിന് കൈയച്ച് സഹായം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഡോക്ടർ ലിം. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. കഴിഞ്ഞ 2 വർഷം മുമ്പ്, 1.5 വർഷം ഏകദേശം മുമ്പ്, ഞാൻ മൊറോക്കോയിൽ ഓഫീസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ എനിക്ക് മെസ്സേജ് അയച്ചു, ജിജിത്ത്, നിങ്ങളുടെ ഈ ഗാനോഡർമ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വളരെ നല്ലതാണെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ അനുജത്തി ഒരു പ്രത്യേകതര അസുഖമായിട്ട് ഇങ്ങനെ ബെഡ് റിഡൻ ആയിട്ട് കിടക്കുകയാണ്.
ഒരു രക്ഷയില്ല, നമ്മൾ വളരെ പാവങ്ങളാണ്, എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഡോക്ടർ ലിമ്മിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചു, ഡോക്ടർ ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ട്, വളരെയധികം പാവപ്പെട്ട ഒരു സ്ത്രീയാണ്, അവരുടെ അസുഖം പ്രത്യേക അസുഖം, മരുന്നില്ല അതിന്, അപ്പോൾ ഗാനോഡർമ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കണം, ഡോക്ടറോടൊന്ന് സംശയം ചോദിക്കണം. അപ്പോൾ ഡോക്ടർ എനിക്ക് മെസ്സേജ് അയച്ച് തരണോ അതോ ഞാൻ ഡോക്ടറുടെ നമ്പർ അവർക്ക് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കൂ, എൻ്റെ നമ്പർ കൊടുക്കുന്നു. അപ്പം നമ്പർ കൊടുത്തു, ഡോക്ടർ അവരുമായിട്ട് കൺസൾട്ട് ചെയ്തു. കുറെ കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു അവർക്ക് എന്ത് പ്രൊഡക്ട്സാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഡയറ്റ് തെറാപ്പി, അതായത് മെഗാ ഡോസേജ്, എല്ലാ ദിവസവും 30 ക്യാപ്സ്യൂൾസ് RGGL-ഉം സ്പൈറലിനെയും കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഡോക്ടർ. അത്രയും പ്രൊഡക്ട്സ് ഞാൻ മൊറോക്കോ ഓഫീസിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ട് ആ സ്ത്രീക്ക് കൊടുത്തു. അപ്പോൾ സ്ത്രീയോട് ഞാൻ പറഞ്ഞു ഇത്രയും പ്രൊഡക്ട്സ് ഡോക്ടർ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അവർ പറഞ്ഞു പൈസ ഇല്ലാതെയോ? ഞാൻ പറഞ്ഞു അതെ, പൈസ ഇല്ലാതെ, എല്ലാ മാസവും കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്, ആ സ്ത്രീ റിക്കവറി ആകുന്നത് വരെ. അപ്പോൾ അവർ ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ്, നിങ്ങൾക്ക് എന്നെ അറിയാൻ പോലും ഇല്ല, പിന്നെ എന്തിനാണ് ഇത്രയും പ്രൊഡക്ട്സ് എനിക്ക് ഫ്രീ തരുന്നത്? ഞാൻ പറഞ്ഞു അതാണ് ഡോക്ടർ. സോ ദിസ് ഈസ് എ റിയാലിറ്റി. ഇത് ഒരു കേസല്ല, ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ ഇതാണ് ഡോക്ടർ ലിം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മനസ്സിലായില്ലേ? അപ്പോൾ എത്രയോ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് നിങ്ങൾക്കറിയാം, ഇപ്പൊ ഫാമേഴ്സിന്റെ അജിറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ സ്ട്രൈക്കിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഒരു വർഷം ഏകദേശം 3650 ഫാമേഴ്സ് ഇന്ത്യയിൽ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ദിവസം 10 ഫാമേഴ്സ് ആണ് ഇന്ത്യയിൽ സൂയിസൈഡ് ചെയ്യുന്നത് ആവറേജ്. ഈ 1995 മുതൽ ഏകദേശം 3 ലക്ഷം ഫാമേഴ്സ് ഇന്ത്യയിൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സൂയിസൈഡ് ചെയ്യുന്നതിന് നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ ഗവൺമെന്റ് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഗവൺമെന്റ് പലതും ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ എന്നിട്ടും ഈ ഫാമേഴ്സ് സൂയിസൈഡ് ചെയ്യുന്നത് നിർത്താൻ സാധിച്ചിട്ടില്ല. എല്ലാ രാജ്യങ്ങളിലും ഫാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിച്ചാണ്. ഇപ്പൊ അമേരിക്കയിലായാലും ഓസ്ട്രേലിയയിലായാലും ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര റിച്ചാണ്. പക്ഷെ ഇന്ത്യയിൽ മാത്രമാണ് ഫാമേഴ്സ് വളരെയധികം പുവറായിട്ട്, അല്ലെങ്കിൽ ജീവിതം ഒടുക്കുന്നത്, അവനവൻ ജീവിക്കാൻ വേണ്ടി വഴിയില്ലാതെ മരണത്തിനെ പുൽകുന്ന ഒരവസ്ഥ വരുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഫാമേഴ്സിന് മാത്രമാണ്. അത് മാറ്റിമറിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു MLM കമ്പനിക്ക് എന്താണ് അതിൽ റോള്? ഒരു ഫോറിനറായ ഡോക്ടർ ലിമ്മിന് എന്താണ് അതിൻ്റെ റോള്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ ലിം അദ്ദേഹത്തിന്റെ എളിയ രീതിയിൽ അദ്ദേഹം ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ ഈ പാവപ്പെട്ട ഫാമേഴ്സിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാം. അങ്ങനെയാണ് തെലങ്കാനയിലുള്ള ഈ ഫാമിലേക്ക് മോറിൻസി, അതായത് മോറിൻസി നോണി എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ തൈകൾ കുറേ പാവപ്പെട്ട ഫാമേഴ്സിന് കൊടുത്തു, വിത്ത് എ ബൈബാക്ക് ഗ്യാരണ്ടി. കാരണം പലരും മരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ പഴങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ക്രോപ്സിന് കറക്റ്റ് പൈസ കിട്ടാത്തതുകൊണ്ടാണ്. അതാണ് അവർ മരിക്കുന്നത്. പക്ഷെ ഡോക്ടർ ലിം കൊടുത്തിരിക്കുന്ന വെച്ചാൽ എല്ലാവർക്കും ഈ കൊടുത്ത എല്ലാവർക്കും ബൈബാക്ക് ഗ്യാരണ്ടി കൊടുത്തു. 140 രൂപ പെർ കിലോ ഞാൻ എടുക്കുന്നതായിരിക്കും. നിങ്ങൾ ഫ്രൂട്ട് ഉണ്ടാക്കും, കൊണ്ടുവരൂ, ഞാൻ 140 രൂപ നിങ്ങൾക്ക് കിലോ വെച്ച് തരും. നല്ലത് മാത്രമല്ല, മൊത്തം ഞാൻ തിരിച്ചെടുക്കും, 140 രൂപ വെച്ച് തരും. അതായത് മാർക്കറ്റിൽ അതിനേക്കാളും വില കിടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വിറ്റോളൂ, പക്ഷെ വില താണാലും ഞാൻ 140 രൂപ നിങ്ങൾക്ക് തരും. അപ്പൊ എല്ലാ ഫാമേഴ്സും വളരെ ഹാപ്പിയായി, മനസ്സിലല്ലേ? അതെന്ത് ചെയ്യും? നമ്മൾ വാങ്ങിക്കും, അത് നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കും, എന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വിൽക്കും. സോ ഇതാണ് ചിന്ത. പിന്നെ കോട്ടൺ ഫാമേഴ്സ് എത്രയോ കോട്ടൺ ഫാമേഴ്സ് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. നമ്മൾ തെലങ്കാനയിൽ നമ്മൾ നേരിട്ട്, ഞാനും ഡോക്ടറെ കൂടെ ഉണ്ടായിരുന്നു, പോയി കാണുന്നത്. അവർക്ക് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് കിട്ടുന്നത് 25,000 രൂപയൊക്കെയാണ്. ചില ആൾക്കാർക്ക് നഷ്ടമാണ്, കാരണം കംപ്ലീറ്റ് കരിഞ്ഞുപോയി. കോട്ടൺ ഫാമേഴ്സ്. അങ്ങനെയാണ് ഡോക്ടർ കിമോണോ എന്ന് പറയുന്ന ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഇന്ത്യയിൽ നിന്ന് വിൽക്കുന്നുണ്ട്. ഓരോ കിമോണോ വിൽക്കുമ്പോഴും $50 ഡോക്ടർ കിമോണോ വിൽക്കുമ്പോൾ $10 ഫാമേഴ്സിന് പോവുകയാണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ഒരു കിമോണോ വാങ്ങിക്കുമ്പോൾ അതിൽ PV SV അടക്കം നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ $10 ഓരോ പാവപ്പെട്ട കോട്ടൺ ഫാമേഴ്സിനും ഡോക്ടർ ലിം തിരിച്ചു കൊടുക്കണം. അത് ലോകം മുഴുവൻ നമ്മളത് വിൽക്കാൻ പോവുകയാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഒരു മലേഷ്യക്കാരനായിരിക്കുന്ന ഒരു ഡോക്ടർ ലിം എന്തിനാണ് ഇന്ത്യയിലെ ഫാമേഴ്സിനെ പറ്റി ചിന്തിക്കുന്നത്? കാരണം ഡോക്ടർ പറയുന്നത് ഇന്ത്യ എനിക്ക് ഒരുപാട് തന്നിട്ടുണ്ടെന്നാണ്. ഇന്ത്യയിലാണ് അദ്ദേഹം പഠിച്ചത്, IIT ഖരഗ്പൂരിലാണ് പഠിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതം, ഡോക്ടർ ലിമ്മിന്റെ വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഡിപ്രഷനിലായിരുന്നു ഡോക്ടർ ഒരു സമയത്ത്. IIT ഖരഗ്പൂരിൽ പഠിക്കും. അദ്ദേഹത്തിന്റെ അമ്മൂമ്മയുടെ വീട് കത്തിപ്പോയപ്പോ പിന്നെ അതറിഞ്ഞില്ല ഡോക്ടർ. അതറിഞ്ഞപ്പോൾ ഡിപ്രഷനിലായി. അതായത് ജീവിതം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് ആരോ ഭഗവത്ഗീത കൊടുത്തു. ഭഗവത്ഗീതയിലെ വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതൊന്നും അദ്ദേഹം കൊണ്ടുവന്നതല്ലെന്നും ഒന്നും ഒരു വിഷയമല്ല എന്നുള്ളത് നമ്മുടെ ഭഗവത്ഗീതയിലുള്ള ശ്ലോകങ്ങൾ വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായതെന്നും അങ്ങനെയാണ് ജീവിതത്തിൽ തിരിച്ചു വന്നതും അതുകൊണ്ട് ഇന്ത്യയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നും ആണ് ഡോക്ടറുടെ
തിങ്കിങ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും വലിയ, മലേഷ്യനേക്കാൾ 5 ഇരട്ടി വലിയ ഫാക്ടറിയും ഫാമും തെലങ്കാനയിൽ സ്ഥാപിക്കുന്നതും യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ അദ്ദേഹം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ശൂന്യ പ്രോഗ്രാമിലൂടെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. സോ അങ്ങനെ ഒരു സിഇഒ വേറെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ നമ്മളൊക്കെ ഭാഗ്യവന്മാരാണ് അദ്ദേഹത്തിന്റെ കൂടെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഡോക്ടർ ലിം എന്ന് പറയുന്നത് ദൈവം പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ച ഒരു ദൈവപുത്രനാണ്. അതിലൊരു സംശയവും എനിക്കില്ല, ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾക്കും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഡോക്ടർ ലിം. പിന്നെ ഇപ്പൊ അടുത്ത് വേറൊരു സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ലിമ്മിനെ ഇംസാമിന്റെ ഗുഡ് വിൽ അംബാസഡറായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക്, അതായത് ഇന്ന് 1/3 മരണം, അതായത് ശിശുക്കളുടെ മരണത്തിൽ 1/3 മാൽന്യൂട്രീഷൻ പ്രോബ്ലം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെ ഒഴിവാക്കാം എന്നതിന് വേണ്ടി 1 മില്യൺ, അതായത് 10 ലക്ഷം കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സ്പൈലിന് കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാം ഡോക്ടർ ലിം വിഭാവന ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ ബിനീഷ് ഭായ് പറഞ്ഞു നമ്മുടെ കേരള ശബ്ദത്തിൽ വന്ന അയൂബിന്റെ ഇന്റർവ്യൂവിനെ പറ്റിയിട്ട്. അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് സ്പൈലിന് ഫ്രീ ആയിട്ട് കോർപ്പറേഷൻസ് കൊടുക്കുകയാണ്, ഇംസാം കൊടുക്കുകയാണ്. ഇംസാമിന് കൊടുക്കുന്നത് DXN ആണ് അഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറയുന്ന 1 മില്യൺ കുട്ടികൾക്ക് സ്പൈലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത മാസം നമ്മളത് കേരളത്തിൽ തുടങ്ങുകയാണ്. തലശ്ശേരി, കണ്ണൂരിൽ നിന്നാണ് തുടങ്ങുന്നത്. കേരളം മുഴുവൻ കൊടുക്കും, ഇന്ത്യ മുഴുവൻ കൊടുക്കും, വേൾഡ് മുഴുവനും ആർക്കൊക്കെ വേണോ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഡോക്ടർ ലിം ഈസ് റെഡി ടു ഗീവ്. അതിന് പ്രോപ്പർ പ്ലാനോട് കൂടി ആര് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ്. പോണ്ടിച്ചേരിയിൽ നിന്നായാലും മലേഷ്യയിൽ നിന്നായാലും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പാവപ്പെട്ട എല്ലാ കുട്ടികൾക്കും, നമ്മൾ കൊണ്ടാവുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ അതായത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം, മരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ അസുഖം വന്നുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് മുഴുവൻ ഫ്രീ ആയിട്ട് സ്പൈലിനെ കൊടുക്കാനാണ് ഡോക്ടർ ലിം തീരുമാനിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ DXN ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ബിസിനസ്, ഈ ഒരു വയസ്സുണ്ടാക്കിയോ മാത്രമല്ല, നിങ്ങൾ ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പുണ്യ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു MLM കമ്പനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മൾ ലോകം കണ്ടിരിക്കുന്ന MLM കമ്പനികൾ മുഴുവനും പൈസ ഉണ്ടാക്കുക, ഓടി രക്ഷപ്പെടുക. ഇതാണ് പല കമ്പനികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചിട്ടും അൺസ്ക്രൂപ്പുലസ് കമ്പനീസ്. പക്ഷെ DXN എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ജനങ്ങളെ സഹായിക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങുന്ന ഒരു കമ്പനിയായി മാറിയിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ദ കമ്പനി. പിന്നെ ഇനി പ്രൊഡക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ, DXNന്റെ പ്രൊഡക്ട്സിനെ പറ്റി അധികം ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും അറിയാം, നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് DXNന്റെ പ്രൊഡക്ട്സിന്റെ ബെനിഫിറ്റ്സ്. ഞാൻ എൻ്റെ സ്വന്തം അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് കുറച്ച് എന്താ പറയാ, ഒരു 10-11 വർഷം മുമ്പ്, ഞാനിപ്പോൾ 20 വർഷമായി, അന്ന് മുതലേ ഞാൻ കഴിക്കുന്നുണ്ട് പ്രൊഡക്ട്സ്. പക്ഷെ എൻ്റെ കുടുംബം എല്ലാവരും കഴിക്കുമായിരുന്നില്ല, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ പ്രൊഡക്ട്സ് കഴിക്കുമായിരുന്നില്ല ആദ്യമൊന്നും. ആകെ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് മാത്രമായിരുന്നു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് വൈഫ് പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഗർഭപാത്രത്തിലുള്ള ഒരു ഫ്ലൂയിഡാണ്, ആ കുഞ്ഞതിലാണ് ജീവിക്കുന്നത്. ആ ഫ്ലൂയിഡിന്റെ ലെവൽ വളരെ കുറവാണ്, ഈ കുഞ്ഞ് സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാൻ പറ്റുക? പറഞ്ഞു, ചെയ്യാനൊന്നുമില്ല, ഇതിനങ്ങനെ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, അത് തനിയെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങളൊരു 3 മാസം കഴിഞ്ഞിട്ട് പോവാ, 3-ാമത്തെ മാസം നിങ്ങൾ എൻ്റെ അടുത്ത് പോവാ, അപ്പം നമുക്ക് നോക്കാം, അപ്പം നമുക്ക് തീരുമാനിക്കാം ഇത് വെക്കണോ അതോ വേണ്ടിയോ എന്നുള്ളത് അപ്പം തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര സങ്കടമായി തിരിച്ചു വന്നപ്പോൾ, എന്ത് ചെയ്യും ഇനി? അപ്പം എൻ്റെ ഒരു ഇളയ സിസ്റ്റർ ഉണ്ട്, അവൾക്ക് ട്വിൻസാണ്, 2 കുട്ടികളുണ്ട്. അപ്പം അന്ന് ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ സ്പൈർലിന നല്ല പ്രൊഡക്റ്റാണ്, ഈ സ്പൈർലിന കഴിച്ചതിന് ശേഷം എനിക്ക് 2 കുട്ടികൾക്കും കൊടുക്കാനുള്ള പാല്, ബ്രസ്റ്റ് മിൽക്ക് ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പം. അപ്പം ഞാൻ ചിന്തിച്ചു, ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇതിനും ഇൻക്രീസ് ചെയ്യാൻ പറ്റിയാലോ. അങ്ങനെ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നീ ഇത് ഒരുപാട് സ്പൈലിന കഴിക്കണം, 20-25 സ്പൈലിന എല്ലാ ദിവസവും കഴിക്കുക, ചിലപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്തേക്കുന്നതാണ്. അങ്ങനെ ദിവസവും കഴിച്ച് 3-ാമത്തെ മാസം ഡോക്ടർ തന്നു. ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്താ പ്രത്യേകിച്ച് എന്താ കഴിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ DXNന്റെ പ്രൊഡക്ട്സ് കഴിക്കുന്നുണ്ട്. അത് ശരി,
ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇതിനെ കുട്ടീനെ വെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സർവേ ചെയ്യാനാണ് ചാൻസ്. നിങ്ങൾ കണ്ടിന്യൂ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 9 മാസവും കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു. RGGL സ്പാലിൻ എല്ലാം നല്ലോണം കഴിച്ചു. അത്ര വരെ കഴിക്കാതിരുന്ന ആള് ഈ സിറ്റുവേഷൻ വന്നപ്പോൾ കഴിച്ചു. 9 മാസം കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ലാതെ എനിക്ക് രണ്ടാമത്തെ കുഞ്ഞും ജനിച്ചു. സോ ഇതാണ് എൻ്റെ അനുഭവം. ഇതുപോലെ ഓരോ ആളുകൾക്കും DXന്റെ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് ഓരോ ആളുകൾക്കും ഇതാണ് അനുഭവം. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവങ്ങളുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. അത് ചെറിയ കാലുവേദന മുതൽ സ്കിൻ ഡിസീസസ് മുതൽ ഹാർട്ട് പ്രോബ്ലം മുതൽ ക്യാൻസർ മുതൽ ഏത് പ്രോബ്ലം എടുത്തോട്ടെ അതിന് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും വളരെയധികം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. ആർക്ക് അതിന് സംശയമുണ്ടോ അത് അവർ ഉപയോഗിക്കുക, അതിനുശേഷം അവർ തീരുമാനിക്കുക. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടുത്തെ ക്രൗൺ പ്രിൻസ്, ദുബായിലെ ക്രൗൺ പ്രിൻസും കിങ്ങും ഒക്കെ നമ്മുടെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുള്ളതാണ്. ഉപയോഗിക്കുന്ന പറഞ്ഞാൽ സാധാരണ ഉപയോഗിക്കലല്ല, അവരതിന്റെ ഫാൻ ആണെന്നുള്ളതാണ് സത്യം. മനസ്സിലായില്ലേ? അതായത് നമ്മളെ വിളിച്ച് അവരുടെ പാലസിൽ ചെന്നപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങളുടെ കോഫി കഴിച്ചിട്ടാണ് എൻ്റെ എനർജിയുടെ പകുതിയും വരുന്നത് നിങ്ങളുടെ കോഫിയിൽ നിന്നാണ് അദ്ദേഹം ക്രൗൺ പ്രിൻസ് ഓഫ് ദുബായ് പറയുന്നത്. അതായത് അത്രയും നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. നമ്മളെല്ലാവരും ഡോക്ടർ ലിമും ഞാനും സലീമും മിസ്റ്റർ മാത്യു ഒക്കെ കൂടി പ്രിൻസ് ഹംദാന്റെ കൂടെ നിന്നിട്ടുള്ള എടുത്ത ഫോട്ടോ, ആ ഫോട്ടോ, അങ്ങനെ ഒരു ഫോട്ടോ വേറെ ഒരു കമ്പനിക്കും കിട്ടിയിട്ടില്ല. അതും അദ്ദേഹം അവരുടെ പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട്. അത് ഷെയ്ഖ് ഹംദാൻ അത് അനുവദിച്ചു എന്നുള്ളതും അത് ലോകം മുഴുവൻ സർക്കുലേറ്റ് ചെയ്യുന്നുള്ളതും ഒരു അത്ഭുതമായിട്ടാണ് എനിക്കെന്നും തോന്നുന്നത്. കാരണം ഇവിടെ എത്രയോ മൾട്ടിനാഷണൽ കമ്പനികളുടെ ബ്രാഞ്ചുകളുണ്ട്, അവരുടെ പ്രൊഡക്ട്സ് ഇവിടെ വിൽക്കുന്നുണ്ട്, കോടിക്കണക്കിന് രൂപ വിലയുള്ള. പക്ഷെ ഒരൊറ്റ ഒരു കമ്പനിയുടെയും പ്രൊഡക്റ്റിനെ അദ്ദേഹം എൻഡോസ് ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് DXന്റെ പ്രൊഡക്റ്റാണ്. എന്തുകൊണ്ട്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളോട് ഈ പ്രൊഡക്റ്റ് നല്ലതല്ല, ഈ കമ്പനി നല്ലതല്ല എന്ന് പറയുന്നവരുടെ ഒരൊറ്റ ഒരു ആൻസർ ആണ് ആ ഒരു ഫോട്ടോ. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അത് മാത്രമല്ല, ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവര് DXനോട് പറയാണ്, നമ്മൾ അവരുടെ ചെന്ന് സംസാരിക്കുമ്പോൾ പറയാണ്, നമ്മൾ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തു DXന്റെ ഫാക്ടറിയിലേക്ക് വരണം മലേഷ്യയിൽ. തീർച്ചയായിട്ടും വരും, എനിക്ക് കാണണം എവിടെയാണ് എൻ്റെ കോഫി ഉണ്ടാക്കുന്നതെന്ന്. എന്നിട്ട് നമ്മുടെ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ, നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമിനും, നിങ്ങളുടെ വലിയ പ്രോഗ്രാമിന് ഞാൻ വരാം, അറ്റൻഡ് ചെയ്യാമെന്ന് പറയാണ്. ഇപ്പോ അവർ നമുക്ക് ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി ഫ്രീ ലാൻഡ്, 60 ഏക്കർ ഫ്രീ ലാൻഡ് തരാൻ ഏറ്റിരിക്കുകയാണ്. അതായത് ഇങ്ങോട്ട് പറയാണ്, നിങ്ങൾ ഉണ്ടാക്കും, ഇവിടെ കോഫി ഉണ്ടാക്കുന്നത്, നിങ്ങൾ എൻ്റെ കോഫി എൻ്റെ നാട്ടിലുണ്ടാക്കണം എന്നാണ് പ്രിൻസ് ഹംദാൻ പറയുന്നത്. ഇതിലപ്പുറത്ത് ഒരു എൻഡോഴ്സ്മെന്റ് വേറെ ആർക്കും തരാൻ പറ്റില്ല DXന്. മനസ്സിലല്ലേ? പ്രിൻസ് ഹംദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിൽ അല്ലെങ്കിൽ വേൾഡിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യയിൽ, ഇന്ത്യയിലും പാകിസ്ഥാനിലും ഗൾഫിലും അറിയുന്ന ഒരു ഫിഗറാണ് അദ്ദേഹം. ഇത്രയും കരിഷ്മാറ്റിക് ആയിട്ടുള്ള ഒരു ഫിഗറാണ് അദ്ദേഹം. അദ്ദേഹം DXനെ എൻഡോസ് ചെയ്യാണ്. ഇതിനപ്പുറത്ത് വേറെ ആരെങ്കിലും എൻഡോസ് ചെയ്യാനുണ്ടോ? അപ്പോൾ ആ പിക്ചർ കണ്ടതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റിനെയും അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ, നമ്മുടെ സിസ്റ്റത്തിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്ന പലരും കണ്ണ് തള്ളി ഇങ്ങനെ എന്താണ് ഇനി പറയേണ്ടതെന്ന് അറിയാതിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇനി DXനെ എൻഡോസ് ചെയ്യാനും DXനെ പ്രൊമോട്ട് ചെയ്യാനും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ഒരു ദുബായ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും നല്ല സിറ്റികളിൽ ഒന്നായ, അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയുടെ അധിപൻ നമ്മുടെ പ്രൊഡക്റ്റിനെ എൻഡോസ് ചെയ്യാന്ന്, അതിൽ പരം വേറെ എന്താണ് ഒരു MLM കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക്, ഒരു കമ്പനിക്ക് നേടാനുള്ളത്? ദാറ്റ്സ് ഗുഡ് ഇനഫ് ഫോർ ദാറ്റ്. അപ്പൊ അതാണ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാർവലസ്, ഇറ്റ് ഈസ് ഫാന്റാസ്റ്റിക്. അത് കഴിച്ചിട്ട് തന്നെ അതിന്റെ ഗുണം അറിയുക, അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് നമ്മുടെ പ്ലാനാണ്. നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്, അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ജെന്യുവിൻ പ്ലാനാണ്. DXന്റെ പ്ലാൻ എന്ന് പറയുന്നത് അത് ഏതൊരു ആൾക്കും, ഒരു അറിവില്ലായ്മ, ഒരു ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്ത ആൾക്ക് പോലും സക്സസ് ആകാൻ പറ്റുന്ന ഒരു പ്ലാനാണ് DXന്റെ പ്ലാൻ. നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല. ആകെ ചെയ്യേണ്ട കാര്യം, നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൈസ കിട്ടും. അതിന്റെ കൂടെ നിങ്ങൾ അറിയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് ഒരു 6 പേരോ 7 പേരോ മെല്ലെ ആക്കി ഒരു 20 പേരെ നിങ്ങളുടെ താഴെ ആക്കുക. അതും അവരോടും അത് തന്നെ ചെയ്യാൻ പറയുക. ഇത്ര മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ അതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് DXN പ്ലാൻ. പിന്നെന്താണ് ഇതിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ അബൌട്ട് അവർ മാർക്കറ്റിംഗ് പ്ലാൻ ഈസ് അവർ വൺ വേൾഡ് വൺ മാർക്കറ്റ് സിസ്റ്റം. അത് വേറെ ഒരു കമ്പനിയും ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഒരു സിസ്റ്റമാണത്. അതായത് ഈ ഡോക്ടർ ലിമ്മ ഈ കമ്പനി സെറ്റ് ചെയ്ത്
ആദ്യം തന്നെ ജനങ്ങൾ, അതായത് ഈ IT ഡിപ്പാർട്ട്മെന്റിനോടും ബാങ്കിനോടും, IT ഡിപ്പാർട്ട്മെന്റ് വെച്ചാൽ IT പ്രൊഫഷണൽസിനോടും ബാങ്കിനോടും പറയുന്നത് 1 വേൾഡ് 1 മാർക്കറ്റ് എന്ന് പറയുന്ന സിസ്റ്റം ലോഞ്ച് ചെയ്യണം. ആൾക്കാർ ചോദിച്ചാൽ അതെന്താണ് ഈ 1 വേൾഡ് 1 മാർക്കറ്റ്? അതായത് മലേഷ്യയിൽ ഇരിക്കുന്ന ആൾക്ക് ഇന്തോനേഷ്യയിൽ സാധനം വാങ്ങിച്ചാൽ ബോണസ് കിട്ടണം, അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം. അപ്പോൾ IT പ്രൊഫഷണൽസ് പറഞ്ഞാൽ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്ക് പറ്റില്ല അത്. കാരണം അങ്ങനെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അവിടെയുള്ള വിറ്റതിന് എങ്ങനെ ഇവിടെ പൈസ കിട്ടുന്നത്? അത് പറ്റില്ല. ബാങ്കിങ് സിസ്റ്റം പറഞ്ഞത് അത് ഇമ്പോസിബിൾ ആണ്. ഡോക്ടർ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഡോക്ടർ എന്ത് ചെയ്യുന്നറിയാമോ? ഫോക്സ് പ്രോ എന്ന് പ്രോഗ്രാമിങ്ങിന്റെ ബുക്ക് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ട് സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത്. അത് വെച്ചിട്ടാണ് ഡോക്ടർ ആദ്യമത്തെ മാർക്കറ്റിംഗ് പ്ലാൻ ബോണസ് റൺ ചെയ്തത്. സ്വന്തം മനസ്സിലാക്കണം. ഡോക്ടർ എന്ന് പറയുന്ന ജീനിയസിന്റെ കപ്പബിലിറ്റി നമുക്ക് അതിൽ നിന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ അതുകൊണ്ട് DX എന്ന് പറയുന്നത് തീയിൽ കുരുത്ത ഒരു കമ്പനിയാണ്. സ്വന്തം ഡോക്ടറിലും സ്വന്തം ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ്. പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, സിസ്റ്റം ആയിക്കോട്ടെ, എല്ലാം DX സ്വന്തം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും DX എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് നാശം ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മറ്റുള്ള കമ്പനികളൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയും മറ്റുള്ളവരുടെ അടുത്ത് സോഫ്റ്റ്വെയർ വാങ്ങിക്കുകയും സിസ്റ്റം വാങ്ങിക്കുകയും തട്ടിക്കൂട്ട് കമ്പനികളാണ് പലത്. അത് ഇന്ന് ഉണ്ടാവും, നാളെ ഉണ്ടാകത്തില്ല. പക്ഷെ DX എന്ന് പറയുന്ന ഒരു കമ്പനി സ്വന്തം ഉരുത്തിരിഞ്ഞു എന്ന ഒരു കമ്പനിയാണ്. അതിന് നാശമെന്ന് പറയുന്നത് ഇല്ല എന്നതിന് 100% ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം DX എന്ന് പറയുന്ന സിസ്റ്റത്തിൽ പലതവണ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അത് ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ അനുഭവം സുഡാനിൽ നിന്നുള്ള എൻ്റെ അനുഭവം. അതായത് ഒരു ദിവസം എനിക്ക് ഫോൺ വരികയാണ് സുഡാനിൽ നിന്ന്. നിങ്ങൾക്കറിയാം രാഹുൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. രാഹുൽ അനുഭവിച്ചതാണത്. അതായത് നമ്മുടെ ബ്രാഞ്ച് ക്ലോസ് ചെയ്തു, രാഹുലിനെ അടക്കം പിടിച്ച് ജയിലിലിട്ടു. കുറച്ച് ദിവസം രാഹുൽ ജയിലിലായിരുന്നു. അപ്പോൾ നമ്മൾ 2 വേറെ സ്റ്റാഫും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. കാരണം ഞാൻ പോയാൽ അന്യം പിടിച്ച് ജയിലിലിടുന്നാണ് ലോയർ പറഞ്ഞത്. എന്നിട്ട് ചെന്നു, രാഹുലൊക്കെ ഇറങ്ങി. അപ്പൊ നമ്മൾ ബ്രാഞ്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ ദിവസവും കോർട്ടിൽ പോകും. ഞാൻ കോർട്ടിൽ പോയി ചോദിക്കും എന്താ ചെയ്യാം. പറയും നാളെ വാ. ഓരോ ദിവസവും കോർട്ടിൽ പോലെ നാളെ പറയാം. പല ആളുകളെയും അപ്രോച്ച് ചെയ്തു. എംബസി ഓഫ് മലേഷ്യനെ അപ്രോച്ച് ചെയ്തു, പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ അപ്രോച്ച് ചെയ്തു. പല ആളുകളെ പോയി കാല് പിടിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് നമ്മളെ കമ്പനി നോവേ ML എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് ആണ്, ഹറാമാണ്, നിങ്ങൾ പറ്റിക്കുകയാണ് ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇതാക്കുകയാണ്. അവസാനം ഞാൻ റിക്വസ്റ്റ് ചെയ്തു, നമ്മളെ പ്രൊഡക്ട്സ് ഒന്ന് വിൽക്കാനും അനുവദിക്കുക. കാരണം ഒത്തിരി പ്രൊഡക്ട്സ് കെട്ടിക്കിടക്കാണ്, ഇത് വിൽക്കാൻ അനുവദിക്കണം. അവരൊന്നും വിൽക്കാനും അനുവദിക്കത്തില്ല, വേണമെങ്കിൽ തിരിച്ചയച്ചോളൂ. അപ്പോൾ അത്ര ലക്ഷക്കണക്കിന് രൂപയുടെ പ്രൊഡക്ട്സ് കെട്ടിക്കിടക്കാണ്. അപ്പോൾ ദിവസവും കോടതിയിൽ വരിക 41 ദിവസം ഞാൻ കോടതി കയറി ഇറങ്ങി. 41ാമത്തെ ദിവസം അപ്പോൾ ഒരു രക്ഷയില്ല, പ്രൊഡക്റ്റ് പോലും വിൽക്കാൻ വിടുന്നില്ല. ML പോട്ടെ, കമ്പനി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, പ്രൊഡക്റ്റ് വിൽക്കാനും പറ്റില്ല. 41ാമത്തെ ദിവസം ഞാൻ കോർട്ടിൽ പോയപ്പോൾ കോർട്ടിൽ നിന്ന് ഒരു ഓർഡർ തരികയാണ്, നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് വിൽക്കാം, ML-ത്തിൽ തന്നെ വിൽക്കാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത് എന്താണ് ഈ പറയുന്നത്? പ്രൊഡക്റ്റ് വിൽക്കാൻ പോലും പറ്റാതിരുന്ന നമ്മളോട് പറയുന്നത് ML-ൽ തന്നെ വിറ്റോളൂ. ഇത് വേറൊന്നുമല്ല, ഇതൊരു ഡിവൈൻ ഇന്റർവെൻഷൻ ആയിരുന്നു. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യം പ്രാർത്ഥിക്കുക മാത്രമായിരുന്നു എല്ലാ ദിവസവും. കാരണം ഞാനൊരു ഹിന്ദു ആണല്ലോ, അവിടെ മുസ്ലിം കൺട്രിയാണ്. അപ്പോൾ എല്ലാ മെമ്പേഴ്സും ഇരുന്നിട്ടും മുട്ടുകുത്തിയിട്ടും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ നിന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, രക്ഷിക്കണം, നമ്മുടെ കമ്പനി തുറന്നു തരണം. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രാർത്ഥന. 41ാം ദിവസം തുറന്നിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് ദുബായിലേക്ക്. സോ അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇന്നും DXന്റെ ബിസിനസ് സുഡാനിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ DXന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദ സിസ്റ്റം എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയ സിസ്റ്റമാണ്. നിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് ലോകം മുഴുവൻ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. പ്രത്യേകിച്ച് ഈ പ്രത്യേക അവസ്ഥയിൽ, ഈ സോഷ്യൽ മീഡിയ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട്, കേരളത്തിൽ ഇരുന്നുകൊണ്ട്, ഏത് കുഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. അതിന് ഏറ്റവും വലിയ നല്ല എക്സാമ്പിൾ ആണ് മിസ്റ്റർ പ്രദീപിന്റെ എക്സാമ്പിൾ. അദ്ദേഹം ജോലി ഒക്കെ പോയി വളരെ കഷ്ടപ്പാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത്, കുറച്ച് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ അടുത്ത്, അവിടെ നിന്ന് DXN എന്ന് പറയുന്ന ഒരു സിസ്റ്റം വീണ്ടും പൊടിതട്ടിയെടുക്കുകയും, കഴിഞ്ഞ എപ്പിസോഡിൽ സലീം പറഞ്ഞതുപോലെ പിന്നെ ഒരു പ്രശ്നം വരുമ്പോഴാണ് വീണ്ടും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക DXN. അതുപോലെ ഇദ്ദേഹവും വീണ്ടും DXN തിരിച്ചു വരികയും
അത് മെല്ലെ മെല്ലെ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടു. ഇറ്റ്സ് നോട്ട് വെരി ഈസി. അതായത് കൊച്ചിയിലെ വീട്ടിലിരുന്നു കൊണ്ട് ലോകം മുഴുവനും നെറ്റ്വർക്ക് അദ്ദേഹം ബിൽഡ് ചെയ്തു. ഇന്ന് നൈജീരിയയിൽ നിന്ന് മാത്രം അദ്ദേഹത്തിന് വരുന്ന ഇൻകം കൊണ്ട് ഒരു കുഞ്ഞു കാറ് എല്ലാ മാസവും വാങ്ങിക്കാം. അതാണ് ഇൻകം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഈ സിസ്റ്റത്തിന്റെ പവർ. അത് മനസ്സിലാക്കി അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് അത് നമ്മുടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ചിരിക്കുന്നു. അല്ലാതെ ഈ സിസ്റ്റത്തിൽ ആരും പരാജയപ്പെടുന്നില്ല. ആക്ച്വലി നമ്മളെല്ലാവരും വിട്ടുപോവുകയാണ്, നമ്മൾ ഗിവ് അപ്പ് ചെയ്യുകയാണ് ഈ സിസ്റ്റത്തിൽ. പരാജയമില്ല, കാരണം നമ്മളൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ലല്ലോ ഇത് തുടങ്ങുന്നത്. അപ്പോൾ പരാജയപ്പെടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നമ്മൾ അതിനുള്ള എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ ഉപയോഗിച്ച് ഇതിൽ സക്സസ് ആകാൻ വേണ്ടിയുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ ഉപയോഗിക്കണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. സോ DXന്റെ സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം അതായത് വൺ ഓഫ് ദി ബെസ്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടേത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഗാനഡ്രം എന്ന് പറയുന്ന പ്രൊഡക്ട്സും സ്പൈലിന എന്ന പ്രൊഡക്ട്സും ഒക്കെ വളരെ എക്കണോമിക് റേറ്റിലാണ് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്തും പല സ്ഥലങ്ങളിലും ഭയങ്കര അധികം വില കൂടിയ സാധനമാണിത്. അത് വളരെ ചീപ്പായിട്ട് അല്ലെങ്കിൽ വളരെ എക്കണോമിക് റേറ്റിലാണ് നമ്മളിത് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഓൾ ഓവർ ദി വേൾഡ്. പിന്നെ ഈ പറയുന്ന വൺ വേൾഡ് വൺ മാർക്കറ്റ് സിസ്റ്റം, പിന്നെ ലൈഫ് ലോങ് മെമ്പർഷിപ്പ്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് DX മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ട്. പിന്നെ വേൾഡ് വൈഡ് ബ്രാഞ്ചസ്, അതാണ് DXന്റെ വേറൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ദ ബെസ്റ്റ് ഓഫീസസ്, ദ ബെസ്റ്റ് സ്റ്റാഫ്, ബെസ്റ്റ് സപ്പോർട്ട് സിസ്റ്റം, ഇത് ലോകം മുഴുവനുണ്ട്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഈ ബിസിനസ് ലോകം മുഴുവൻ ബിൽഡ് ചെയ്യാനും നാളത്തേക്ക് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ തലമുറക്ക് ജീവിക്കാനുള്ള ഒരു വഴി ഈ സിസ്റ്റം നിങ്ങൾക്ക് തുറന്നു തരുന്നതായിരിക്കും. അതായത് നമ്മൾ ഇന്നിപ്പോൾ ഒരു പ്രൊഫഷണലായിരിക്കും, പക്ഷെ നാളെ നമ്മളില്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് എന്ത് എന്നും ഉള്ള ചിന്ത ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് DXN സിസ്റ്റം. തലമുറകളോളം നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യവും സമ്പത്തും പരിരക്ഷിക്കുന്ന ഒരു സിസ്റ്റമാണ് DXN സിസ്റ്റം. ഇതിന്റെ അപ്പുറത്ത് ഇനി ആരെയും കൺവിൻസ് ചെയ്യാൻ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ആദ്യം കൺവിക്ഷൻ ഉണ്ടാവുക. അതിന്റെ കൂടെ നിങ്ങൾ ആളുകൾ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അവരെടുത്തോ എടുത്തില്ലയോ എന്നുള്ളത് ഇറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം, ഇറ്റ്സ് ദെയർ പ്രോബ്ലം. അപ്പൊ അവർ എടുക്കുന്നില്ലെങ്കിൽ, അവർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് അവരുടെ നഷ്ടം മാത്രമാണ്, നിങ്ങളുടെ നഷ്ടമല്ല. ആ ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ഈ ദൈവികമായ ഒരു മിഷന്റെ ഭാഗമാണ്. നിങ്ങൾ ഇന്നിപ്പോ DXNൽ നിങ്ങൾ മെമ്പർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളത് ആക്സിഡന്റിൽ നിങ്ങൾ മെമ്പർ ആയതല്ല. നിങ്ങളെ ദൈവം ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നതാണ്. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി ദൈവം കൊണ്ടു തന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഇത് നിങ്ങൾക്ക് വളരെ വളരെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇത് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെ റിജക്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വിഷമം ഉണ്ടാകത്തില്ല. കാരണം റിജക്റ്റ് ചെയ്താൽ അവർക്കാണ് നഷ്ടം, നിങ്ങൾക്കല്ല. അത് നിങ്ങൾ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തത്. ഇന്ന് DXന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ ഇൻഡസ്ട്രി, അതായത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് 2% ആവറേജ് പെർ ഇയർ. പക്ഷെ DXN വളരുന്നത് 20%. അതായത് 10 ഇരട്ടി വേഗതയിലാണ് DXN വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാൻഡമിക്കിന്റെ സമയത്ത് എല്ലാ ബ്രാഞ്ചുകളും എല്ലാ കമ്പനികളും അവരുടെ ബ്രാഞ്ചുകൾ ചുരുക്കുകയും അവരുടെ എംപ്ലോയീസിന് ലേ ഓഫ് ചെയ്തും കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. പക്ഷെ DXN ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യണം. അത് നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 2-3 മാസം മുമ്പാണ് നമ്മൾ മൗറിറ്റാനിയയിൽ ഓപ്പൺ ചെയ്തത്. കഴിഞ്ഞ വർഷം നമ്മൾ മൊറോക്കോ, നൈജീരിയ, ഈ പറഞ്ഞ രാജ്യങ്ങൾ എൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത് ഓപ്പൺ ചെയ്തു. ഇനി ഈ വരുന്ന വർഷം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന നൈജർ, ഗാന, ഈജിപ്ത്, അൾജീരിയ, ഗാബോൺ, ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ നമ്മൾ തുറക്കാൻ പോവാണ്. അതായത് പുതിയ ബ്രാഞ്ചുകളും പുതിയ ആളുകളെയും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ബിസിനസ് ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാൻഡമിക്കിന്റെ സമയത്തും ഈ എക്കണോമിക് റിസഷന്റെ സമയത്ത് പോലും ഗ്രോ ചെയ്യുന്ന ഒരേ ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അത് ഡയറക്ട് സെല്ലിംഗ് ആണ്. പിന്നെ അതിൽ തന്നെയും DXN ആണ്. 20%, 10 times ദാൻ ദ ഇൻഡസ്ട്രി ആവറേജ്. അതാണ് DXന്റെ ഗ്രോത്ത്. അപ്പൊ ഇതൊക്കെ ഉള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വളരെ വളരെ വിരളമായിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. പിന്നെ ഇനി എന്ത് ചെയ്യണം, എന്താണ് നമ്മൾ ഈ സിസ്റ്റത്തിൽ സക്സസ് ആവാൻ വേണ്ടി ചെയ്യേണ്ടത്? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സിസ്റ്റത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺവിൻസ് ചെയ്യണം. നിങ്ങൾക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം നിങ്ങൾ ചെയ്യുന്നത് ശരിയായ ഒരു കാര്യമാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി
അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അപകർഷതാബോധത്തോടു കൂടിയായിരിക്കരുത് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ പ്രൊഡക്റ്റ് കഴിച്ചിട്ടും നിങ്ങൾ ഈ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് അറിഞ്ഞിട്ടും ഉള്ള ഒരു കൺവിഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുഞ്ഞിന്റെ എക്സ്പീരിയൻസ്, ആര് ഈ പ്രൊഡക്റ്റ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വിധത്തിലും സമ്മതിച്ചു കൊടുക്കത്തില്ല. കാരണം എനിക്കറിയാം, എൻ്റെ അനുഭവത്തിലൂടെ എനിക്കറിയാം ഇത് നല്ലതാണെന്നുള്ളത്. എന്തൊക്കെ സയന്റിഫിക് പ്രൂഫ് കൊണ്ടുവന്നിട്ട് ഇത് നല്ലതല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. കാരണം അനുഭവമാണ് ഗുരു, മനസ്സിലായില്ലേ? എവിഡൻസോ അല്ലെങ്കിൽ തിയറിയോ അല്ല. അപ്പൊ അതുപോലെ അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ആദ്യം. രണ്ട്, നിങ്ങൾ മറ്റുള്ള ആളുകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയായിരിക്കണം നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയായിരിക്കരുത്. അതായത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിരിക്കരുത് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. അവരുടെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ അവരോട് സംസാരിക്കേണ്ടതും അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതും. അവർക്ക് വേണ്ടി ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കും അത് മനസ്സിലാകും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ടീം തനിയെ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അതായത് സെൽഫ്ലെസ് ആയിട്ട് നിങ്ങൾ സെർവ് ചെയ്യണം, സെൽഫിഷ് ആയിട്ടായിരിക്കരുത്. നിങ്ങളുടെ പ്രയോറിറ്റീസും നിങ്ങളുടെ അച്ചീവ്മെന്റും നിങ്ങളുടെ ഇൻകം ആയിരിക്കരുത് നിങ്ങളുടെ പ്രയോറിറ്റി, അവരുടേതായിരിക്കണം. പിന്നെ ഒരു ഡിസയർ നിങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് ഒരു ഗോൾ, നിങ്ങളുടെ ഒരു റീസൺ, ഒരു വൈ, എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്. അത് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരുന്ന അല്ലെ നിങ്ങളെ ഇമോഷണൽ ആക്കുന്ന ഒരു വൈ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ ഇതിൽ സക്സസ്ഫുൾ ആവാൻ പ്രയാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടെങ്കിൽ പ്ലാൻ എ സക്സസ് ആവാൻ പ്രയാസമാണ്, പ്ലാൻ ബി ഉണ്ടായിരിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ റീസൺ, എന്തിനാണ് ഞാൻ ഈ ചെയ്യുന്നത്, അത് വളരെയധികം ഇന്റൻസ് ആയിരിക്കണം. ഒരു ചുമ്മാ DXNൽ വന്നു എന്താണെന്ന് നോക്കണം എന്ന് വെച്ചിട്ട് ഞാൻ നോക്കി, അത് വലിയ ഗുണമൊന്നുമില്ല, അത് ഞാൻ പറഞ്ഞിട്ട് ആരും എടുത്തില്ല, ഐ ജസ്റ്റ് ലെഫ്റ്റ് ഇറ്റ്. അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ കൺവിൻസ്ഡ് അല്ല, നിങ്ങൾ അതിന് ഒരു എഫേർട്ട് ഇട്ടിട്ടില്ല. അപ്പൊ അത് ഫെയിലർ ആവും. സിസ്റ്റത്തിന്റെ പ്രോബ്ലം അല്ല, കമ്പനിയുടെ പ്രോബ്ലം അല്ല, പ്രൊഡക്ട്സിന്റെ പ്രോബ്ലം അല്ല, യു ആർ നോട്ട് റെഡി ടു ഡു ഇറ്റ്. അതാണ് കാരണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു നല്ലൊരു മെൻറ്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഒരാളെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ടീമിനെ തന്നെ അതൊരു ഹെൽത്തി ആംബിയൻസിൽ നിങ്ങൾ അതിനെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ അപ്ലൈനോ അല്ലെങ്കിൽ അപ്ലൈനോ ആരാണെന്ന് വെച്ചാൽ അവരുടെ ആയിട്ട് നിങ്ങൾ ക്ലോസ് ആയി അദ്ദേഹത്തിന്റെ ഐഡിയാസും അവരുടെ സക്സസ് ടിപ്സും നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. അവരുടെ അടുത്ത് മോട്ടിവേഷൻ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ താഴെയുള്ള ആളുകൾക്ക് അത് ഡിസ്മിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഹെൽത്തി ഗ്രൂപ്പ് ഉണ്ടാക്കുക. നിങ്ങളുടെ താഴെയുള്ള ആളുകളെ വളരെയധികം സ്നേഹിച്ചുകൊണ്ടും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടും അവരെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവർ നിങ്ങളെ ലീഡറായിട്ട് കാണുന്നതായിരിക്കും. അല്ലാതെ നിങ്ങളുടെ ഈഗോ കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ റീസൺ കൊണ്ടും നിങ്ങൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക. അപ്പോഴാണ് നിങ്ങളെ ആളുകളെ സ്നേഹിക്കുന്നത്, നിങ്ങൾക്ക് വലിയ ടീം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ, ഒരുപാട് പേരുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ എത്രയോ നല്ല നല്ല ലീഡേഴ്സ് DXNൽ തന്നെയുണ്ട്. അവരൊക്കെ സ്നേഹിക്കപ്പെടുന്നുണ്ട്, അവരുടെ ലൈഫ് മാറി മറിഞ്ഞിട്ടുണ്ട്. ദേ എൻജോയ് ഇറ്റ്. മനസ്സിലായില്ലേ? ഈ ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും സ്ട്രെസ്സോട് കൂടി ഈ ബിസിനസ് ചെയ്യരുത്. ഇറ്റ് ഇസ് എ വെരി ഫൺ ഫീൽഡ് ബിസിനസ്. ഇത് വളരെയധികം എൻജോയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ഇത്. നിങ്ങളിപ്പോൾ കാണാം, നിങ്ങൾ ഓരോ ആൾക്കാർ വന്ന് സംസാരിക്കുന്നത്. കാരണം എത്ര വയസ്സാകുന്നത് വരെയും 80 മരണം വരെയും ഈ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാം. റിട്ടയർമെന്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഒരുപാട് ആളുകൾ നിങ്ങളെ സ്നേഹിക്കും. ഒരുപാട് ആളുകളുടെ കൂടെ നിങ്ങൾക്ക് ലോകം ചുറ്റാം. പാൻഡമിക് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ചുറ്റാം, ലോകം ചുറ്റാം. ഒരുപാട് ആളുകൾ നിങ്ങളോട് നന്ദി പറയുന്നതായിരിക്കും. ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഈ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് രണ്ട് റീസൺ ആണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു തീരുന്നതിനിടയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, നമ്മളെക്കാളും ലെസ് ഫോർച്ചുനേറ്റ് ആളുകളെ സഹായിക്കുക, പാവപ്പെട്ട ആളുകളെ, അതായത് വളരെ നീഡി പൂറായിട്ട് ആളുകളെ നിങ്ങളാലാകുന്ന രീതിയിൽ സഹായിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, അറിവില്ലാത്ത ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കുക. ഈ രണ്ടാണ് ഒരു മനുഷ്യന്റെ ജന്മ ഉദ്ദേശം. അത് ഡീപ്പായിട്ട് പോയിക്കാൻ നമുക്കത് മനസ്സിലാവും. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് സമയം കണ്ടെത്തണം സാധാരണ ആളുകൾ. കാരണം പൈസ എടുത്ത് അവനവന്റെ ശമ്പളത്തിനോ അല്ല ബിസിനസ്സിനുള്ള പൈസ എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം. രണ്ട്, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. പക്ഷെ ഇത് രണ്ടും ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന നമ്മുടെ പ്രൊഫഷന്റെ കൂടെ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് DXN ബിസിനസ്. നിങ്ങൾ വേറൊരാളെ ഈ DXN ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് നിങ്ങളൊരു ഈ സിസ്റ്റം കൊടുക്കുകയാണ്, അവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പ്രൊഡക്റ്റ് കൊണ്ടായാലും പൈസ കൊണ്ടായാലും. രണ്ട്, എഡ്യൂക്കേഷൻ. നിങ്ങൾ അറിവില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ് DXN സിസ്റ്റത്തിലൂടെ ചെയ്യുന്നത്. അവർക്ക് ലോകത്തിനെ കുറിച്ചും സിസ്റ്റത്തിനെ കുറിച്ചും പ്രൊഡക്ട്സിനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചും ഉള്ള ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യുന്നു ഓരോ ദിവസവും. അത് ഒരു നെവർ എൻഡിങ് പ്രോസസ്സായി നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്.
സോ ഇതൊക്കെയാണ് ഈ DXN ബിസിനസ്സും DXN സിസ്റ്റവും DXNന്റെ പ്രൊഡക്ട്സും അല്ലെങ്കിൽ ഈ മൊത്തം ബിസിനസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ ജീവിതം ഒരു വേസ്റ്റായ ഒരു ജീവിതം എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടായില്ലെങ്കിൽ ആ ജീവിതം ഒരു വ്യർത്ഥമായ ഒരു നിരർത്ഥകമായ ഒരു ജീവിതമായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ DXN സിസ്റ്റത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം കരുപ്പിരി പിടിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിനെ ടച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് DXN സിസ്റ്റം. അപ്പൊ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതിലേക്ക് എത്രയും വലിയ നേട്ടത്തിലേക്ക് ഓരോ ആളുകൾക്കും എത്തിപ്പെടാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും പതറാതെ, ഒരിക്കലും പരാജയപ്പെട്ടുപോയി എന്ന് വിശ്വസിക്കാതെ, അതിനുവേണ്ടി ദർ ഇസ് നോ ഫെയിലിയർ ഇൻ ദിസ് ബിസിനസ്. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല ഈ ബിസിനസ്സിൽ. കാരണം എത്രയൊക്കെ ആളുകൾ നിങ്ങൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അതിൽ നിന്ന് തിരിച്ചു വന്ന് നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾക്ക് പുതിയ ടീമിനെ ഉണ്ടാക്കാനും കൂടുതൽ ടീമിനെ ഉണ്ടാക്കാനും അവരുടെയൊക്കെ ജീവിതം മാറ്റിമറിക്കാനും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ DXN സിസ്റ്റം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിനെല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് ജി സാർ, താങ്ക് യു വെരി മച്ച്. നമുക്ക് വേണ്ടി ഒരു 45 മിനിറ്റ്സ് 50 മിനിറ്റ്സ് ടൈം സാറെ. ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ DXNന്റെ A to Z കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ DXNന്റെ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഓൾസോ അപ് ടു എ ലിമിറ്റഡ് ഫ്യൂച്ചറും കൂടി സാർ നമുക്ക് വേണ്ടി സംസാരിച്ചു തന്നു. അതിനൊക്കെ പുറമെ ഒരു മനുഷ്യൻ അവരെങ്ങനെ ആയിരിക്കണം, DXN എന്ന ഈ ഒരു പ്രസ്ഥാനം ഓരോ വ്യക്തികളെയും മാറ്റിയെടുക്കുന്നത് എങ്ങനെയൊക്കെയാണ്, നമ്മൾ ആ ഒരു സോഷ്യൽ സർവീസിലേക്ക് DXN എത്രത്തോളം ഇൻവോൾവ് ആണ് എന്ന കാര്യമൊക്കെ നമുക്ക് വേണ്ടി സാർ ഡിസ്കസ് ചെയ്ത് തന്നു. Rahul sir, over to you sir. Thank you Shyam, thank you very much. Ji sir, thank you very much. A talk from the heart. അത് ഞാൻ പറഞ്ഞത് പ്യൂർലി ജി സർ സംസാരിച്ചത് ഫ്രം ദ ഹാർട്ട് ആയിരുന്നു. നമ്മൾ നോർമൽ ലീഡർഷിപ്പ് ട്രെയിനിങ് ആ ട്രെയിനിങ് ടൈപ്പ് ആയിരുന്നില്ല. സോ താങ്ക് യു വെരി മച്ച് for giving that lovely talk from the heart, sir. Thank you very, very much. Thank you very much. കാരണം of course it is from the heart, because നമ്മള് സത്യസന്ധമായിട്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. Nothing artificial. Thank you very much. Thank you very much sir. Thank you very much. Thank you sir. Thank you. നമ്മള് വോട്ട് ഓഫ് താങ്ക്സ്, ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന മുമ്പില് ചെറിയ അപ്ഡേറ്റ്സ് നമ്മളെ കേരള നമ്മളെ പാർട്ടിസിപ്പേറ്റ്സിന്. ഫസ്റ്റ് പാർട്ട് ഇന്ന് കുറെ പേര് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും. സോ എന്റെ റിക്വസ്റ്റ് ആണ്, ഡെഫിനറ്റ്ലി അവരെ ആരാ ഇൻവൈറ്റ് ചെയ്തത് അല്ലെങ്കിൽ അവരുടെ അപ്ലയൻസ് ആരാണ് ഉള്ളത്, അവരെ ഒരുമിച്ച് ഇരുന്നിട്ട് ഒന്നും കൂടെ പ്രൊഡക്ട്സിനെ പറ്റി മനസ്സിലാക്കിയിട്ട് നമ്മളെ സിസ്റ്റമിനെ വല്ല മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണം. പിന്നെ കേരള ഫുൾ വേൾഡ് ഗ്രോ, DXN വേൾഡ് ഗ്രോ ആകുന്നുണ്ട്, ഇന്ത്യ ഗ്രോ ആകുന്നുണ്ട്, സെയിം ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ കേരളയും നല്ല ഗ്രോത്ത് ഫേസിലായില്ലത്. ലാസ്റ്റ് ഈ പാൻഡമിക് സമയത്തും ഈ കൊറോണ സമയത്തും നമുക്ക് ഗ്രോത്ത് ആണ് ഉള്ളത്. അത് നമുക്ക് അതിൽ മനസ്സിലാവും നമ്മൾ ഈ ഇൻഡസ്ട്രി എത്ര ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. കേരള ആവറേജ് കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം സെഷൻ അടുത്ത മാസം വരുമ്പോൾ എല്ലാ മാസം ഒരു 2.4-2.5% അഡീഷണൽ ഇൻക്രീസിലാണ് വരുന്നത്. നല്ല സ്റ്റഡി ഗ്രോത്ത് ആണ് ഉള്ളത്. ആൻഡ് വൺ തിങ് ഷുവർ ആണ്, DXN ത്രൂ യു ക്യാൻ മേക്ക് എ കരിയർ. ആൻഡ് ഇതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത സംഭവമാണ് നമ്മുടെ ഈ പാസീവ് ഇൻകം പറഞ്ഞാല് നമ്മൾ ഓഫീസിൽ പോയാലും ഇല്ലെങ്കിലും, ക്ലിനിക്കിൽ പോയാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാലും ഇല്ലെങ്കിലും എനിക്ക് ഇൻകം കിട്ടണം, എനിക്ക് ഒരു എമൗണ്ട് കിട്ടണം. ഞാൻ ഉറങ്ങിയാലും, ഞാൻ ട്രാവൽ ചെയ്താലും എനിക്ക് ഒരു ഇൻകം കിട്ടണം. ബിക്കോസ് ഈ പാസീവ് ഇൻകം പറഞ്ഞത് വി ഹാവ് ടു മേക്ക് എ സിസ്റ്റം. ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കണം, അതാണ് നമുക്ക് ഈ പാസീവ് ഇൻകം കിട്ടാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് വെരി പോസിബിൾ. അത് നമുക്ക് ഏറ്റവും കൂടി പോസിബിൾ ആയി നമ്മുടെ DXN കമ്പനി നമുക്ക് തരുന്നുണ്ട്. ജി സർ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ലോട്ട്സ് ഓഫ് തിങ്സ്. ഐ വിൽ കം ടു ദാറ്റ് പാർട്ട് ഓൾസോ. ആൻഡ് പാസീവ് ഇൻകം കൂടാതെ ലെഗസി, ദാറ്റ് ഈസ് നമുക്ക് നമ്മളെ കാലം കഴിഞ്ഞിട്ടും നെക്സ്റ്റ് അടുത്ത നമ്മുടെ സ്പോർട്സിനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനായിട്ടും ഒരു ബിസിനസ് ആയിട്ട് തരുന്ന ഒരു കമ്പനിയാണ് DXN ലെഗസി. ബിക്കോസ് ഇപ്പം ഇത്ര കുറെ ടെസ്റ്റിമോണിയൽസ്, പ്ലെന്റി ഓഫ് ടെസ്റ്റിമോണിയൽസ്. അപ്പൊ ചെന്നൈയിൽ നമുക്ക് മിസ്റ്റർ വേണു ഉണ്ടായിരുന്നു. അവരുടെ കാലം ശേഷം അവർ ആ സെയിം അതേ ഇൻകം ആണ് അവരുടെ വൈഫിന് കിട്ടുന്നത്.
അതുപോലെ ഗൾഫിൽ നമുക്ക് യമനിൽ ഉണ്ടായ കേസ് ഉണ്ടായിരുന്നു. സോ പ്ലെന്റി ഓഫ് തിങ്സ്. സോ DXN പാസീവ് ഇൻകം ആയിട്ടും ലെഗസി ആയിട്ടും ആൻഡ് ബ്യൂട്ടിഫുൾ, ഇപ്പൊ ജി സാർ പറഞ്ഞു, 1 വേൾഡ് 1 മാർക്കറ്റ് കൺസെപ്റ്റ്. വേറെ ഏതും കമ്പനിക്ക് ഇല്ലാത്ത ഒരു കൺസെപ്റ്റ്. നമ്മുടെ എഡിഷൻ, നമ്മുടെ ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ്, നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാനിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് ഈ 1 വേൾഡ് 1 മാർക്കറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ബാക്കിയുള്ള കമ്പനീസ് ഇപ്പോഴും അത് ഭയങ്കര അവരിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാ ചെയ്യുന്നത്, DXN എങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട്. ഇവിടെ കേരളത്തിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്നിട്ട് വേറെ ഏത് കൺട്രീന്റെ സെയിൽസിന്റെ ബോണസ് അല്ലെങ്കിൽ അതിന്റെ റവന്യൂ നമുക്ക് കിട്ടുന്ന ആ ഒരു സിസ്റ്റം. സോ ഹാറ്റ്സ് ഓഫ് ടു ദ ഫൗണ്ടർ, ടു ദ CEO, ടു അവർ ചെയർമാൻ ഡോക്ടർ ലിം സെർജി. പിന്നെ കേരള നമ്മളെ IOC ദാറ്റ് ഈസ് ഐസിങ് ഓൺ ദ കേക്കില് കുറെ മാസങ്ങളായിട്ട് കണ്ടിന്യൂസ് ഏറ്റവും ഹയസ്റ്റ് സെയിൽസ് നമുക്ക് കിട്ടുന്നത് കേരളയാണ് ത്രൂഔട്ട് ഇന്ത്യ. സോ കോൺഗ്രാറ്റുലേഷൻസ് എൻറ്റയർ കേരള. ഒരു നല്ലൊരു മൂവ്മെന്റിലാണ് പോകുന്നത്. മൈ ഹോം മൈ ഷോപ്പി, മിസ്റ്റർ രാജീവ്, മിസ്റ്റർ ബിനീഷ്, മിസ്റ്റർ സിരാജ്, ഇവരെ ടീം ആ സ്പെഷ്യലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ കോൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. ഇത് കൂടാതെ നേരത്തെ മിസ്റ്റർ റഫീഖ് പറഞ്ഞു, നമ്മൾ കുറെ പുതിയ പ്രൊഡക്ട്സ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. സിംഗിൾ ഹെർബ് പ്രൊഡക്റ്റ് ലൈക്ക് അശ്വഗന്ധ, തുളസി, കുർക്കുമിൻ. ഇത് കൂടാതെ നമ്മളെ കുറച്ച് പുതിയ സെഗ്മെന്റിലേക്ക് നമ്മളിപ്പം വരുന്നുണ്ട്, സ്പെഷ്യലി ഇന്ത്യയിൽ. അതാണ് നമ്മളെ ഫ്ലോർ ക്ലീനർ, ലിക്വിഡ് ഡിറ്റർജന്റ്, ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്. ഇത് നമ്മൾ ഓൾറെഡി മാനുഫാക്ചറിംഗ് ഫേസിൽ നമ്മൾ അപ്രൂവൽ കിട്ടിയ ശേഷം മാനുഫാക്ചറിംഗ് ഫേസിലേക്ക് വന്നിട്ടുണ്ട്. സോ ഒരു പുതിയ സെഗ്മെന്റ് ആകുമ്പോൾ പുതിയ സെയിൽസ്, പുതിയ ബോണസ് നമുക്ക് കിട്ടാൻ എപ്പോൾ ചാൻസ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി നമുക്കറിയാം വി വാണ്ട് കുറെ പ്രോഡക്ട്സ് നമുക്ക് വേണം. സോ വൺസ് സിദ്ദിപേട്ട് ഫാക്ടറി ലോഞ്ച് ആയ ശേഷം കുറെ പ്രോഡക്ട്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ നമ്മളിപ്പോ ജസ്റ്റ് ഇന്നലെ നമ്മുടെ ഒരു പോസ്റ്റർ റിലീസ് ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ലോഞ്ചിങ് ഓഫ് ശൂന്യ ബുക്ക്, ദാറ്റ് ഈസ് ശൂന്യ ദ പവർ ദ ഡ്രൈവ്സ് DX എന്ന് പറഞ്ഞിട്ട്. സോ അതിന്റെ ലോഞ്ച് ഡോക്ടർ രാജേഷ് സവര എഴുതിയ ബുക്കാണ്, സെക്കൻഡ് ബുക്കാണ് ആക്ച്വലി അവരെ DXന് വേണ്ടിട്ട്. സോ അത് വെരി സൂൺ അത് ലോഞ്ചിങ് ഉണ്ടാവും. സോ ലോട്ട്സ് ഓഫ് തിങ്സ് കമ്പനി സൈഡിൽ നിന്ന് വി ഹാവ് എവറിഥിങ്. നമ്മൾ ജി സർ പറഞ്ഞ പോലെ സ്റ്റേബിൾ കമ്പനി, the best superior products and a marvelous marketing plan, a simple marketing plan, a transparent marketing plan. Transparent പറയുന്ന റീസൺ, ഇന്നും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ജോയിൻ ചെയ്താല് അവർക്ക് ആ ഫസ്റ്റ് മെമ്പറിൽ കാണാൻ കൂടുതൽ ഇൻകം കിട്ടാൻ പറ്റും. ദാറ്റ് ഇസ് എ ട്രാൻസ്പെറൻസി, ദാറ്റ് ഇസ് എ ബ്യൂട്ടി ഓഫ് ദിസ് പ്ലാൻ, ആ ബ്രേക്ക് ഇവൻ പ്ലാനിനെ പറ്റി പറയുന്നത്. സോ പ്ലെന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ആ ഓപ്പർച്യൂണിറ്റീസിന് നമ്മൾ അവൈൽ ചെയ്യണം. DXN has given the opportunity, ആ റൈറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മളാണ് അത് ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ എങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ തീരുമാനിക്കേണ്ടത്. ആൻഡ് ഫോർ കേരളക്ക് ഇപ്പൊ നോക്കിയാൽ സൗത്ത് കേരളത്തിനകത്താണ് ഇപ്പൊ നമുക്ക് കൂടുതൽ സർവീസ് സെന്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്കീസ് നമുക്ക് ഉള്ളത്. ഇപ്പോഴും സെൻട്രൽ കേരളയും നോർത്ത് കേരള വേക്കന്റ് ആണ്. നമുക്ക് നമ്മളൊരു ടെമ്പററി സ്റ്റോക്ക് പോയിന്റിന്റെ പുതിയ സ്ട്രാറ്റജി നമ്മളത് അപ്ലൈ ചെയ്യണ്ടായിരുന്നു. പക്ഷേ കേരളത്തിനകത്ത് ഈ 5 മാസം ലോഞ്ച് ചെയ്തിട്ട് 5 മാസം ആയിട്ടുള്ളൂ. പാൻഡമിക് സമയത്ത് നമ്മൾ ലോഞ്ച് ചെയ്ത് 5 മാസത്തിനകത്ത് 2 സ്റ്റോക്ക് പോയിന്റ് മാത്രം നമുക്ക് വന്നത് ടെമ്പററി സ്റ്റോക്ക് ആയിട്ട്. ടെമ്പററി സ്റ്റോക്ക് പോയിന്റിനകത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറേ സിമ്പിൾ ആയിട്ട് റൂൾസ് റെഗുലേഷൻസ് ആണ്, പെർമനന്റ് സ്റ്റോക്ക് പോയിന്റ് പോലത്തെ അല്ല. സോ ഐ വോണ്ട് ആ സിസ്റ്റമിനെ യൂസ് ചെയ്തിട്ട് നമ്മളെ ഈ പുതിയ ഏരിയസും പുതിയ ലീഡേഴ്സും പുതിയ വ്യക്തികളെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ചാൻസ് ആണ്. സോ പ്ലീസ് യൂസ് ദാറ്റ് നമ്മളെ പുതിയ സ്ട്രാറ്റജീസ്. ആൻഡ് കമ്മിങ് ടു ദ വോട്ട് ഓഫ് താങ്ക്സ്, ഡെഫിനറ്റ്ലി ജിജി സർ, താങ്ക് യു വെരി മച്ച്. എത്ര ബിസി ഷെഡ്യൂൾ, ഐ നോ, എനിക്കറിയാം ജിജി സർ അത്ര ബിസിയാണ്, സ്പെഷ്യലി വിത്ത് മൾട്ടിപ്പിൾ ടാസ്കും ഓഡിയോസിയും നമ്മളെ ആഫ്രിക്കൻ റീജിയൻസിന്റെ പ്രശ്നങ്ങളും, ലോട്ട്സ് ഓഫ് തിങ്സ്. സോ വൺസ് അഗൈൻ ജിജി സർ, from the entire Kerala, thank you very much. And Sudan Day episodes, thanks for remembering, because Sudan, our country, the way it has boomed up, രാജ്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു how it has grown. ആ സമയത്ത് എനിക്ക് ആലോചിക്കായിരുന്നു സുഡാൻ നമ്മുടെ പ്രൊഡക്ട്സ് എങ്ങനെ വിൽക്കാൻ പറ്റുന്നു. പക്ഷെ അങ്ങനത്തെ രാജ്യം വരെ അവിടെ വരെ DXന്റെ പ്രൊഡക്ട്സിന് അതിന്റെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഈവൻ നൗ ഇറ്റ് ഇസ് ഡൂയിങ് ഗ്രേറ്റ്. സോ താങ്ക് യു വെരി മച്ച് ജി സർ. ആൻഡ് മിസ്റ്റർ റഫീഖ്, നമ്മളെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടർ, നമ്മൾ 6 കൺട്രീസ് നോക്കുന്ന ഇൻക്ലൂഡിങ് ഇന്ത്യ, താങ്ക് യു വെരി മച്ച്. നമ്മളെ അവരെ ഈ ബിസി ഷെഡ്യൂൾ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സമയം തന്നതിന്, ആൻഡ് വിത്ത് ലോട്ട്സ് ഓഫ് അപ്ഡേറ്റ്സ്. വിനീത് സർ, നമ്മുടെ എക്സിക്യൂട്ടീവ് ക്രൗൺ ഡയമണ്ട് ഫ്രം എറണാകുളം, കേരള, താങ്ക് യു വെരി മച്ച്. നമ്മളത്തെ ഇന്നത്തെ സെഷൻ നമ്മൾ സ്റ്റാർട്ട് കമ്പനീന്റെ പ്രൊഡക്ട്സിനെ പറ്റിയും സിസ്റ്റമിനെ പറ്റിയും ഷോർട്ടായിട്ട് ആ ചുരുക്കിയ സമയത്ത് അത് ഷോർട്ടായിട്ട്
പറയാൻ പറ്റിയത്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഷ്യാം ഫ്രം ദ who was doing the MC from the very beginning. Thank you very much. With these words, I wish you all of എല്ലാവരും എല്ലാ പാർട്ടിസിപ്പൻസിനും I wish them a Merry Christmas, Happy New Year. അടുത്ത വർഷം let it be beautiful and lots of prosperity, health നമുക്ക് കിട്ടട്ടെ. So with these words, I hand it back to the PIC, the person in charge, നമ്മുടെ കേരളത്തെ person in charge, Mr. Shyam. Shyam, it's to you. Thank you very much, Rahul sir. I just got a message from നമ്മുടെ ജി സാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ലേഡിക്ക് ഇപ്പോഴും നമ്മൾ പ്രൊഡക്ട്സ് കൊടുത്തോണ്ടിരിക്കുവാണ് ആൻഡ് ഷീ ഈസ് ഇംപ്രൂവിങ്. അങ്ങനെ ഒരു മെസ്സേജ് കൂടി നമ്മുടെ ജി സാറിന്റെ ഭാഗത്ത് ജസ്റ്റ് ഇപ്പോൾ റിസീവ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു വെരി മച്ച് രാഹുൽ സാർ. രാഹുൽ സാർ പുറമെ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മുടെ ഭാഗമായിട്ട് നമ്മുടെ ഗസ്റ്റായ ഈ മാസം നമ്മുടെ ടോക്ക് ഷോയുടെ ഗസ്റ്റായ നമ്മുടെ മിഡിൽ ഈസ്റ്റിന്റെ കോർഡിനേറ്റർ നമ്മുടെ പ്രിയപ്പെട്ട സലീം സാർ ഈ ഒരു മീറ്റിംഗിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. സോ സലീം സാർ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ സാർ. കൂടാതെ DXN മാനേജറിന്റെ ഭാഗത്ത് നിന്ന് കൗശല്യ മാം, ഐ ക്യാൻ സീ ഹർ ഓൾസോ ഇൻ ദിസ് പാർട്ടിസിപ്പൻസ് ലിസ്റ്റ്. താങ്ക് യു വെരി മച്ച് കൗശല്യ മാം, താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. സോ വൺസ് അഗൈൻ DXN നമ്മുടെ ഈ ഒരു മാസം ഇനി നമുക്ക് 7 ദിവസം 8 ദിവസമാണ് ബാക്കിയുള്ളത്. സോ റിക്രൂട്ട്മെന്റ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, റിക്രൂട്ട്മെന്റ് ഇമ്പോർട്ടൻസ്. നമ്മുടെ ടീമിന്റെ ആ ഒരു ഡെവലപ്മെന്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ന്യൂ ബ്ലഡിന്റെ പേരിലാണ്. സോ ന്യൂ ബ്ലഡ് വിത്ത് PV നമുക്ക് വളരെ ഈസി ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്താനുള്ള മാർഗങ്ങൾ ഓൺലൈനിലാണെങ്കിലും അതല്ല ഫിസിക്കലി ആണെങ്കിലും നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കമ്പനി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് നമ്മുടെ ഫോക്കസ് കുറച്ചുകൂടി കൊണ്ടുവരിക എന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. കാരണം അതിലാണ് നമ്മുടെ ഇൻകം വരുന്നത്. സോ ഈ ഒരു വൺ ടൈം ചെയ്യുന്ന ഒരു റിക്രൂട്ട്മെന്റ്, അതായത് നമ്മൾ ഒരാൾക്ക് DXN പരിചയപ്പെടുത്തി കൊടുത്തു, അദ്ദേഹത്തെ DXNലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഈസിയാണ്. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഇനീഷ്യേഷൻ ആണ്. ആ ഒരു റിക്രൂട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ്, ഇപ്പം ജി സാർ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ മാറ്റിയെടുക്കുകയാണ്, നമ്മളുടെ ആ ഒരു ചിന്താഗതി മാറ്റിയെടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ റിക്രൂട്ട്മെന്റ് 1 by 1 സ്റ്റാർട്ട് ചെയ്യും. അവിടെയും രാഹുൽ സാർ പറഞ്ഞ പോയിന്റ് ആപ്ലിക്കബിൾ ആണ്, ലോ ഓഫ് ആവറേജ്. അവിടെയും നമ്മൾ തകരാൻ പാടില്ല. 100 പേര് വന്ന് 10 പേരെ കൂടെ നിന്നുള്ളെങ്കിലും ദാറ്റ്സ് ലോ ഓഫ് ആവറേജ്. നമ്മൾ അത് മനസ്സിലാക്കി വേണം ചെയ്യാൻ. അതുകൊണ്ട് മാക്സിമം റിക്രൂട്ട്മെന്റ് മാക്സിമൈസ് ചെയ്യുക. അതുവഴി തന്നെ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇൻകത്തിൽ ഷുവർ ഷോട്ട് ചേഞ്ച് ഉണ്ടാവുന്നതാണ്. സോ രാഹുൽ സാർ, once again thank you very much to ജിജി സാറിന്റെ ഇത്രയും വില പിടിച്ച ടൈം നമുക്ക് DXN കേരളക്ക് വേണ്ടി മാറ്റി വെച്ചതിന്, നമ്മുടെ മലയാളികൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് താങ്ക് യു വെരി മച്ച് ജിജി സാർ ഫ്രം ദ ഹാർട്ട്. കൂടാതെ റഫീഖ് സാർ അതായത് റഫീഖ് സാറിന് ഞാൻ ഓൾറെഡി പോസ്റ്റേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത സമയത്താണ് പെട്ടെന്ന് രാഹുൽ സാർ വന്നത്. റഫീഖ് സാർ വിൽ ഓൾസോ ബി ദേർ ഫോർ ദ സെഷൻ. സോ ഇറ്റ് വാസ് റിയലി സർപ്രൈസ് ഫോർ മീ ആൻഡ് ഇറ്റ് വാസ് ഓൾസോ എ ഗ്രേറ്റ് പ്ലഷർ. നമ്മുടെ റഫീഖ് സാർ നമ്മുടെ കൂടെ ഉണ്ടായാലും വളരെ വളരെ സന്തോഷമുണ്ട്. കൂടാതെ രാഹുൽ സാർ മൈ ബാക്ക് ബോൺ തന്നെ പറയാം. കാരണം എന്റെ ഫുൾ കാര്യങ്ങൾ, എന്റെ ഫുൾ സപ്പോർട്ട് നമ്മുടെ വ്യക്തി രാഹുൽ സാർ. നമ്മുടെ DXN കേരള ഇപ്പോഴും PIC നിന്ന് മാറിയ സൗത്തിന്റെ ഹെഡായിട്ട് മാറിയ വ്യക്തി ഇപ്പോഴും DXN കേരളക്ക് വേണ്ടി ഫുൾ സപ്പോർട്ട് തരുന്നു. സോ താങ്ക് യു വെരി മച്ച് രാഹുൽ സാർ. ബിനീഷ് സാറിനെ പറ്റി വാക്കുകളില്ല. നെറ്റ്വർക്കിംഗ് സൈഡിൽ ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ബിനീഷ് സാർ. താങ്ക് യു വെരി മച്ച്. സോ വൺസ് അഗൈൻ എല്ലാവരും സേഫ് ആയിരിക്കും. നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. Merry Christmas to everyone, Happy New Year to everyone. എല്ലാവരും സേഫ് ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ഹെൽത്ത് വെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ടു ഓൾ. Thank you very much. Thank you.